അതോടെ നമുക്ക് എല്ലാ കാര്യമായിട്ടായി എന്നാ നിക്കായി ഞാൻ വരാം എന്ന് പറഞ്ഞ് എല്ലാം സന്തോഷമായി. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം നമ്മളീ പറഞ്ഞ രൂപത്തിൽ വാപ്പയല്ല, ഒന്നാമത്തെ കല്യാണമല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. പിന്നെ നിങ്ങൾ കുട്ടിന്റെ ആരാണ്? ഞാൻ കുട്ടിന്റെ അളാപ്പയാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിന്റെ ആങ്ങളയാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിന്റെ കാരണവരാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിന്റെ വല്യപ്പയാണ്. ഇങ്ങനെയൊക്കെയാണ് പിന്നെ മറുപടി ഉണ്ടാകുക. നേരെ വാപ്പ അല്ലെങ്കിൽ പിന്നെ പല സാധ്യതയുണ്ട്. എളാപ്പയാണ്, മൂത്താപ്പയാണ്, വല്യപ്പയാണ്, ആങ്ങളയാണ്, അമ്മാവനാണ്, അങ്ങനെ പല പേരും പറയും. അപ്പൊ നമ്മൾ ചോദിക്കുക കുട്ടിന്റെ വാപ്പല്ലേ? വാപ്പല്ലേ ചോദിക്കണം. ആ വാപ്പ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന മറുപടി കിട്ടും. ഇല്ലെങ്കിൽ വാപ്പ മരിച്ചായിരിക്കും. വാപ്പ മരിച്ചാണെങ്കിൽ നാം നിർബന്ധമായി അന്വേഷിക്കേണ്ടത് കുട്ടിക്ക് ആങ്ങളമാരുണ്ടോ ചോദിക്കണം. ചോദിക്കാതിരുന്നാൽ അതൊക്കെ സാധാരണ അല്ലേ എന്ന് കരുതാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ ശൈഖുന പൊന്മള സ്ഥാനം തന്നെ പൊന്മളയെ മരണപ്പെട്ട ഹൈദരലി സക്കാഫി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹൈദരലി സക്കാഫിന്റെ മകളെ കല്യാണം ശരിയായപ്പോ ആ സക്കാഫിക്ക് എളാപ്പല്ല, മൂത്താപ്പല്ല, വാപ്പല്ല, അനുജനില്ല, ജ്യേഷ്ഠനില്ല, ഒരാളുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും തന്നെ നിക്കാഹിന് വലിയായിട്ടുണ്ടായ കാവ്യാണ്. അപ്പൊ കാവ്യ പാണക്കാട് ഹൈദരലി ശബദങ്ങളെ പൊന്മള മാലത്തെ കാവ്യ. കുട്ടിന്റെ പരക്കാർ നിർബന്ധം പൊന്മള ഉസ്താദ് കൈകൊടുക്കണം. അപ്പൊ പൊന്മള ഉസ്താദ് കൈകൊടുക്കണമെങ്കിൽ കാവ്യ വരണം. ഇവിടെ കാവ്യ ഉസ്താദിന് സീറ പറഞ്ഞു കൊടുക്കണം, ഇത് ചെയ്യണം. അപ്പൊ കാവ്യക്ക് വരാൻ പ്രയാസമാവും. എന്തായാലും പൊന്മളത്തെ കേസാകുമ്പോൾ ഉസ്താദിനെ ഏൽപ്പിക്കും. എന്നെ ഏൽപ്പിച്ചാൽ പിന്നെ ഞാൻ നിക്കാഹി ചെയ്ത് കൊടുക്കൂല, ഇനി വേറെ ആള് വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ചർച്ച ഉണ്ടായപ്പോ ആ പെരക്കാർക്ക് നിർബന്ധം എന്റെ കുട്ടിക്ക് ആളില്ല എന്ന് പറയാൻ വിഷമല്ലേ, അതുകൊണ്ട് പിന്നെ ആങ്ങളെ കുട്ടി ചെയ്തോട്ടെ. ആ ചെറിയ കുട്ടിയാണ് ഉസ്താവിന്, ആ ചെറിയ കുട്ടി ഞാൻ ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. അങ്ങനെ നമ്മൾ ഇക്കമീരെ മാനേജർ അബ്ദുറഹ്മാൻ മുസ്തരി എന്നോട് വിളിക്കുന്നു സാവറത്. അപ്പൊ ഞാൻ പറഞ്ഞു കാതി ആവൂലാണ് വലിയ ആങ്ങളെ കുട്ടിയില്ല വാണ്ടെന്നാവും പറഞ്ഞു. ഓന് 8ല പഠിക്കുന്നത്, സ്കൂൾ ഇക്കമീര 8ല പഠിക്കുന്നത്. 8 പഠിക്കുമ്പോൾ 8, 5, 13 വയസ്സല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ബുലുവായിട്ടുണ്ടാവില്ല എന്നാണ് അവർ ഉറപ്പിച്ചത്. ഞാൻ പറഞ്ഞു ആ കുട്ടിനെ കണ്ടാ വലിപ്പം തോന്നുന്നുണ്ടോ ഒന്ന് ചോദിച്ചാലേ പറഞ്ഞു. ഗുരു കഴിക്കണോ ചോദിക്കാൻ പറഞ്ഞു. അവിടെ കാതിനെ ഏൽപ്പിച്ച് കാതി വക്കാലത്താക്കണോ വേണ്ടത്, കാതി ഇസ്തിഖ്ലാഫ് നടത്തണോ വേണ്ടത് എന്ന് ചർച്ചയിലുള്ളത്. അങ്ങനെ ഈ ഹൈദരലി സക്കാഫിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച അളിയനുണ്ട്. ആ അളിയനെ ഖലീഫാക്കിയിട്ട് ആ ഖലീഫിനെ വലിയാക്കാനുള്ള പദ്ധതിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ച നടത്തത്. അങ്ങനെ മാനേജർ ഉസ്താദ് ഈ കുട്ടിനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് തുറന്ന് ചോദിക്കല്ല വയ്യല്ലോ, നിനക്ക് ഗുരു കഴിക്കണോ ഇൻകാൽ അയക്കണോ ചോദിച്ചു. അത് കുട്ടി പറഞ്ഞു ഞാൻ 6 മാസം മുമ്പ് 5 ആണ്ട് അയക്കുന്നു. അൽഹംദുലില്ലാഹ് ആ വിഷയം സമാപിച്ചു. ഈ അന്വേഷണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഫിഖ്ഹിന്റെ അങ്ങേ അവസാനത്തെ വാക്കായ പൊന്മോത്സാഹിക്ക് നിൽക്കാതെ വരികിലത് നിൽക്കാവൂ. ചെറിയൊരു അശ്രദ്ധല്ലേ. കാരണം ചെറിയ കുട്ടിയാണ് 8 പഠിക്കുന്നത്. 8 പഠിക്കുന്ന കുട്ടി തന്നെ 13 വയസ്സ് 12 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. നിൽക്കാ ഗുരുവായിട്ടില്ല. വേറെ വലിയ ആരംഭിനാട് ആരുമില്ല. അപ്പൊ കാലി തന്നെ എന്ന് കരുതി ആ വൈക്കേ ചിന്തിച്ചിട്ടുള്ളൂ. വളരെ അകന്ന സാധ്യത വെച്ച് കുറെ കാലം നമ്മൾ ദർശനം ഉണ്ടായത് കൊണ്ട് ചെറുത് ചോദിച്ചാണ് ഗുരു അയക്കണ മോനെ. അപ്പൊ പറഞ്ഞു എനിക്ക് എന്താ ഇന്നലെ അയക്കുന്നു പറഞ്ഞു. അപ്പൊ ഓനെ തന്നെ പിന്നെ വലിയായി ചെറിയ കുട്ടിയാണെങ്കിലും നിക്കായത്. അപ്പൊ ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ നമ്മളെ പാടന്ത ദേവസ്വ സലാമസ്ഥാനെ കൂട്ടനിക്കാഹുണ്ടല്ലോ, കൂട്ടനിക്കാഹ് ഉണ്ടായ സമയത്ത് ഇതേപോലെ വലിയ ആങ്ങളുണ്ടാവും, എളാപ്പുണ്ടാവും, മൂത്താപ്പുണ്ടാവും. ഈ എളാപ്പ എന്ന് പറഞ്ഞാലേ ഉമ്മാൻ 5ത്തിന് ഭർത്താവുണ്ടാവും. എളാപ്പെന്നാ പറയാ. വല്യപ്പാന്ന് പറഞ്ഞാൽ ആരാരും ഉമ്മാന്റെ പേരിക്കും. ഈ അധികം യഥാർത്ഥ വലിയില്ലാത്ത നിക്കാഹ് എന്ന് പറഞ്ഞാൽ മുത്തലക്കത്താ കേസായിരിക്കും. ഉമ്മാനെ ബാപ്പ തലാക്കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഉമ്മാണ് ആങ്ങളമാരെ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ടുണ്ടാവും. അവ ഫുള്ള് വളർത്തിയതും കുട്ടിനെ പഠിപ്പിച്ചതും കെട്ടിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ശരിയാക്കിയതും പണ്ടം ശരിയാക്കുന്നൊക്കെ അമ്മാവന്മാരാവും. അപ്പൊ ഈ അമ്മാവന്മാര് തലാക്കല്ലേ അടിയനുമായി ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അവനെ കണ്ടാ അടിക്കാൻ നിൽക്കുന്നു. പിന്നെ അവന്റെ കാല് പിടിച്ചിട്ട് വലിയാകാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞാൽ ചെറിയ പ്രയാസം ഉണ്ടാവും. അവൻ നമ്മളെ കരുവാക്കും. ഉസ്താദെ വാപ്പല്ല, വാപ്പ പോയിട്ട് കുറെ കാലയക്കുന്നത് ഒരു അഡ്രസ്സും ഇല്ല. നമ്മളെ കത്തിയുമായി ജാഗ്രത പാലിക്കണം. എന്താ ബാപ്പാന്റെ പേര്, എന്താ ബാപ്പാന്റെ അഡ്രസ്സും ഫോണെന്ന് പേര് ഞാൻ അന്വേഷിച്ചിട്ട് അപ്പൊ തന്നെ പതറും. ബാപ്പാന്റെ ഫോൺ നമ്പർ വിളിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ഉണ്ടായ അനുഭവമാണ്. കത്തീർ വിളിക്കാണ്, നിങ്ങൾ ഇന്ന കുട്ടിന്റെ വാപ്പല്ലേ? അതെ. ആ കുട്ടിന്റെ കല്യാണം ശരിയായിട്ടുണ്ടല്ലോ, നിങ്ങൾ കൈയ്യെടുക്കൂലേ? ഞാൻ കൈയ്യെടുക്കും, 10 പവൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കുട്ടിനെ ഞാൻ നോക്കിയിട്ടില്ല, വളർത്തിയിട്ടില്ല, ഡ്രസ്സ് കൊടുത്തിട്ടില്ല. ആ കുട്ടിന്റെ കല്യാണം ശരിയായി ഞാൻ 10 പവൻ ആഭരണം കൊടുക്കാൻ മേടിച്ചിട്ടുണ്ട്. എന്നാ നിക്കായി ഞാൻ വരുന്നറിഞ്ഞു. കണ്ടാ ഒരു ചെറിയ ഉഷാറ് ജാഗ്രത കത്തീർ കാണിച്ചപ്പോ യഥാർത്ഥ വലിയ വന്ന് 10 പവൻ സ്വർണം കിട്ടി.
അപ്പോഴാണ് അമ്മമാർ തമ്മണത്. ഞാൻ വിളിച്ചല്ലോ, ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്, ആണെങ്കിൽ വരാറുണ്ടാവും. നമ്മളോട് പറയാൻ അഡ്രസ്സില്ല, 25 കൊല്ലായി പോയിട്ട് 15 കൊല്ലായി പോയിട്ട് യാതൊരു നമ്പറുമില്ല, അഡ്രസ്സില്ല. അതുകൊണ്ട് മഫ്കൂദാണ്. മഫ്കൂദായ പിന്നെ വലിയ കാതി ഇല്ലെങ്കിൽ മാക്സിമം താക്കീമാക്കുക. ഫത്ലുമില്ല താക്കീമാക്കാന്ന് നമ്മളെ അലയനുണ്ട്, താക്കീമാക്കാനെന്ന് പറഞ്ഞ് ഓരൊക്കെ മസല പഠിച്ച് വന്നിട്ടുണ്ടാവും. അപ്പൊ ഖത്തീബുമാരാ നമ്മള് ഈ അടക്കര ജനാമത്ത് സാഹ് പറഞ്ഞ ആ മസല ശരിക്കും ഉറപ്പിക്കണം. യഥാർത്ഥ വലിയ വാപ്പയാണോ ഒന്നാമത്തെ നിക്കാഹാണോ എന്ന് ഉറപ്പിക്കുക. അൽഹംദുലില്ലാ. അതല്ലെങ്കിൽ രണ്ടാമത്തെ നിക്കാഹാണ്, എന്റെ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ നാം അന്വേഷിക്കണം, ഈ ഒന്നാമത്തെ നിക്കാഹ് ത്വലാഖ് ചൊല്ലിയതാണോ, ഭർത്താവ് മരിച്ചു പിരിഞ്ഞതാണോ. മരിച്ചു പിരിഞ്ഞാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദാ കാലാവധി കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തണം. ത്വലാഖ് ചൊല്ലിയതാണെങ്കിൽ കൃത്യമായി മാസമറ ഉണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ 3 ശുദ്ധി കഴിഞ്ഞെന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞെന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ആയുസത്തായെന്ന് അന്വേഷിക്കണം. നമുക്കെല്ലാവർക്കും അറിയാലോ അവസരം. യഥാർത്ഥം വടിയനെ തെരഞ്ഞെടുക്കാൻ അന്വേഷിച്ച നിർബന്ധം. അപ്പൊ നമ്മൾ അന്വേഷിച്ചാൽ ഒന്നാമത്തെ ഭർത്താവ് പോയി 25 കൊല്ലായിക്കുന്നു, ഓരോ യാതൊരു ബന്ധമല്ല. അതുകൊണ്ട് ഇപ്പൊ അബുദാബിക്കാരൻ നല്ല ഗൾഫുകാരന്റെ കാര്യം വന്നിട്ടുണ്ട്, നല്ല ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് അദ്ദേഹം അടുത്ത 1-ാം തീയതി പോകും, ഈ 10 ദിവസമുള്ള വിഷയം കാണുന്ന. അപ്പൊ നമ്മളെ പോലെ അല്ല, നിക്കാഹ് പഴയത് മുറിയണ്ടേ, ഒരാളെ കെട്ടിന് നിൽക്കുന്ന പെണ്ണല്ലേ, ത്വലാഖ് ചെല്ലണം. അങ്ങനെ പിന്നെയും ഉസ്താദ് ഉണ്ടായി കച്ചറ, ഒരു നല്ല കാര്യം വന്നപ്പോൾ ഒരു കുട്ടന്റെ കഞ്ഞിക്ക് പോണ കാര്യം എന്ന് പറഞ്ഞവരൊക്കെ ഉസ്താദ് ദേശീയവും. പിന്നെ ഉസ്താദിന്റെ വാശിക്ക് വേണ്ടി അവർ ബന്ധപ്പെട്ട് ഈ ഭർത്താവിനെ തെരഞ്ഞുപിടിച്ച് ത്വലാഖ് ചെല്ലി, ഉസ്താദെ ത്വലാഖ് ചെല്ലിക്കണം റാഹത്തായാറ്. എന്നാലേ ഇനി 3 മാസം കഴിയണം എന്നാണ്. കാരണം ത്വലാഖ് ചെല്ലിയാൽ പോരല്ലോ, ഇദ്ദ കഴിയണ്ടേ, ഇദ്ദ കഴിയണം. അപ്പൊ ഈ വന്ന ആളിനെ പറയാണ്, പഴയ ഭർത്താവിന്റെ ബന്ധപ്പെട്ട വല്ല ഹംലോ മറ്റോ ഉണ്ടോന്ന് അന്വേഷിക്കാനല്ലേ, 15 കൊല്ലായി പോയിട്ട് കണ്ടിട്ടേ ഇല്ല, ഇനി എന്ത് ഇദ്ദയാണ്, നിങ്ങൾ ഓരോരോ കച്ചറ ഉണ്ടാക്കിയല്ലേ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, ഇദ്ദ കഴിയണം, ഇദ്ദ കഴിയാൻ ഹറാമാണ്, നിക്കാഹ് ശരിയായാൽ ദിന നടക്കും. അതുകൊണ്ട് നിങ്ങൾ 3 മാസം കഴിഞ്ഞിട്ടേ ആ നിക്കാഹ് നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾ നമ്മൾ ശത്രുവാകും. നമ്മളെ ശത്രു ഉറപ്പാണ്. പക്ഷെ മസലാണ് പറയാൻ പറ്റുമോ? മസല പറഞ്ഞു കൊടുക്കണം. 3 മാസം കഴിഞ്ഞ് ഇദ്ദ കഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇദ്ദയുടെ അടിസ്ഥാന കാരണം ബറാത്തുർ റഹ്മാണെങ്കിലും ഇവിടെ തഅബ്ബുദി ആയിക്കൊണ്ടെങ്കിലും ഇദ്ദാ കാലാവധി കഴിയാതെ പെണ്ണെ കെട്ടിക്കാൻ പറ്റൂല. അപ്പൊ രണ്ടാമത്തെ കല്യാണമാണെന്ന് അറിഞ്ഞ് വലിയ ബാപ്പ് തന്നെയാണെങ്കിൽ നാം അന്വേഷിക്കണം, ഇദ്ദ കഴിഞ്ഞോ ഇല്ലേ, ത്വലാഖാണോ വഫാത്താണോ എന്ന് അന്വേഷിക്കണം. വഫാത്താണെങ്കിൽ വഫാത്തിന്റെ ഇദ്ദ കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തണം, ത്വലാഖാണ് ത്വലാഖിന്റെ ഇദ്ദ കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തണം. അതും കഴിഞ്ഞു. ആങ്ങളെയാണെങ്കിൽ ബാപ്പയല്ല, ബാപ്പ എവിടെ പോയി, ബാപ്പ മരിച്ചതാണ്. ബാപ്പ മരിച്ചതിന്റെ അടുത്ത ആള് ആങ്ങളെ തന്നെ. ആങ്ങളെയാണെങ്കിൽ നാം നിർബന്ധം അന്വേഷിക്കേണ്ടത് ഷഖീഖായ ഉമ്മയും ബാപ്പയും ഒത്ത ആങ്ങളെയാണോ, അല്ല ഉപ്പ മാത്രം ഒത്ത ആങ്ങളെയാണോ എന്ന് അന്വേഷിക്കണം. അപ്പൊ ഷഖീഖാഹ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതും നമ്മുടെ കാര്യസലാമത്തായി. ഷഖീഖാഹ അല്ലെങ്കിൽ ഷഖീഖാഹ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എന്റെ നേരെ ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിലെ കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ മൂത്ത ജ്യേഷ്ഠനാണ് കല്യാണത്തിന് എല്ലാ കാര്യം നടത്തുന്നത്. യതീമായ കുട്ടികൾ എത്രയോ മുമ്പ് വാപ്പ മരിച്ചാണ്. മൂത്ത ജ്യേഷ്ഠൻ എല്ലാ കാര്യം കൈകാര്യം ചെയ്യും. അദ്ദേഹമാണ് കാര്യം ഉണ്ടാക്കിയത്, പണ്ടവും പണവും എല്ലാം കൊടുക്കുന്ന അദ്ദേഹമാണ്. ഞാൻ വെറുതെ തമാശ ചോദിച്ചു, നമ്മളെ ആരാ കൈ കൊടുക്കുന്നത്? ഞാൻ തന്നെ. അല്ലാ, നിങ്ങളാണോ കൊടുക്കുന്നത്? ഞാൻ തന്നെയാണ്. ഞാനാണോ താത്ത കൊടുത്തത്? മുമ്പത്തെ പെങ്ങളെ കെട്ടിച്ച പോകാനാണ്. അന്ന് ഞാൻ പറയാൻ പോണ ഷഖീഖ ആസിന് പ്രായപൂർത്തിയായിട്ടില്ല, 8-9 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ആ 10 കൊല്ലം മുമ്പ് ഞാൻ കുഞ്ഞാളിനെ കെട്ടിച്ച് ഞാനാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഞാൻ കെട്ടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല, നിങ്ങളല്ലേ കെട്ടിക്കേണ്ടത്, കുഞ്ഞിപ്പയാണ് കെട്ടിക്കേണ്ടത്. കുഞ്ഞിപ്പ് വാപ്പി ഉമ്മി ഒത്ത ആളല്ലേ, നിങ്ങൾ ബാപ്പ മാത്രം ഒത്ത ആളല്ലേ, നിങ്ങൾ കൈയെടുക്കാൻ പാടില്ല എന്ന്. ഞാനന്ന് മുത്താലിമാ. അത് എവിടെ ഉള്ളത് നോക്കരുത്, ഏത് കിതാബിലുള്ളത്? ഞാൻ പറഞ്ഞു, ഏത് കിതാബിൽ എങ്ങനെ തിരുവാക്കാം, 10 മീനുണ്ട് അറിഞ്ഞ് തൊഴിൽ ഉണ്ടെങ്കിൽ മനസ്സിലാകുമോ? ഞാൻ പറഞ്ഞ മസാലയാണ്. ഇനി ഇവിടുത്തെ ഉസ്താദ് ചോദിച്ചു നോക്കി, നിക്കാഹ് ശരിയാവില്ല. സദസ്സിൽ നിങ്ങൾക്ക് തന്നെ കൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിപ്പാന്റെ സമ്മതം മേടിച്ചിട്ട് വക്കീലായിട്ട് ചെയ്തോളി, ആങ്ങളായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പള്ളിയിൽ പോയി അന്വേഷിച്ച് നിക്കാഹിന്റെ സമയമായപ്പോഴേക്ക് ഞാൻ പറഞ്ഞ ഷഖീഖാഹ് കൈ കൊടുത്തു. അപ്പൊ വെറുതെ തമാശക്ക് ഞാൻ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഈ മൂത്ത ആങ്ങളെ കൈ കൊടുക്കും. നേരത്തെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചൊക്കെ ഓൻ തന്നെയാണ്. കാരണം അന്ന് ഷഖീഖാഹിന് ബുലൂഗായിട്ടില്ല. ഷഖീഖാഹിന് ഇപ്പൊ ബുലൂഗായി 18 വയസ്സായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പത്തെ വലിയ ആരനാണ് ഷഖീഖാഹ്. നമ്മൾ ഉറപ്പുവരുത്താഞ്ഞാൽ ഈ അഹുല്യ അബാൻ നിക്കാഹില്ല. അഹുല്യ ഷഖീഖാഹ് ഉണ്ടായിരിക്കെ അഹുല്യത്തെ നിക്കാഹ് ശരിയാവൂല. ഇങ്ങനെ ഖത്തീബുമാരായ നമ്മൾ നന്നായി ജാഗ്രത കാണിക്കാഞ്ഞാൽ വലിയ വിഷമമുണ്ടാവും. നമ്മളെ സുഹൃത്താണ്, യൂസുഫാക്കലിന്റെ ശരിക്കാണ്,
ഫദൽ മുസ്ലിം അടക്കുളം, അദ്ദേഹത്തിന്റെ ബാപ്പയാണ് അടക്കുളം തിരുനാവായ. ഞാൻ ഈ വാക്യത്ത് പറഞ്ഞത് നമ്മൾ അങ്ങോട്ടൊക്കെ കൽവ് പോകാൻ വേണ്ടി. അടക്കുളം തിരുനാവായ കാരത്തൂരൊക്കെ കാതി മുപ്പനാണ്. കാരത്തൂരാണ് ചെറുസോറസ്ഥാ മുദരിസാണ്. അള്ളാഹുറൊക്കെ ദർജയേറ്റ് കൊടുക്കട്ടെ. ചെറുസോറസ്ഥാ മുദരിസായ കാരത്തൂരില് ഒരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മാവന്മാര് വളർത്തിയ കുട്ടിന്റെ കല്യാണം. പാപ്പ തൊലാക്കല്യാണ്. അമ്മാവന്മാര് വളർത്തിയ കുട്ടിനെ വളർത്തിയ കല്യാണം ശരിയായി. ഈ കുട്ടിന്റെ വാപ്പാന്റെ വാപ്പല്ല വാപ്പാന്റെ പോയി പറഞ്ഞു, പിന്നെ മോൾക്കൊരു കല്യാണം ശരിയായിട്ട് നിങ്ങൾ വരണം, കൈ കൊടുക്കാനാവും. വല്യ പറഞ്ഞു, എന്റെ പേരക്കുട്ടിയല്ലേ, ഞാൻ കെട്ടിച്ചോണ്ട് നിങ്ങളുണ്ടായ കാര്യത്തിൽ ഞാൻ കൈ കൊടുക്കൂലാവും. അത് കൊടുക്കൂലാവും. ഈ വിവരം വന്നു കണ്ട് കാതിനോട് പറഞ്ഞു, ഇങ്ങനെ വലിയ നേരെ വാപ്പല്ല വല്യപ്പല്ലത്, വല്യപ്പ കൈ കൊടുക്കൂല പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞു ഒന്നും കൂടി ചോദിക്കുവാറ് കാതിയാർ. വീണ്ടും ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും ഈ പെണ്ണിന്റെ ബന്ധപ്പെട്ട ആൾ ചെന്നിട്ട് ചോദിച്ചു, വല്യപ്പ നിങ്ങളെ പേരക്കുട്ടിയാണ്, നിങ്ങളാണ് കൈ കൊടുക്കേണ്ടത്, നിങ്ങൾ കൈ കൊടുക്കുക ചോദിച്ചു. നിങ്ങളുണ്ടായ കാര്യത്തിൽ ഞാൻ കൈ കൊടുക്കൂല, എന്റെ മോളാണ്, ഞാൻ കെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് 5-6 സാക്ഷികൾ വന്നിട്ട് കാതിൽ പറഞ്ഞു, കാതിയാരെ ഞങ്ങൾ ഒന്നും ചോദിച്ചു, ഇന്ന് മൂപ്പര് കെട്ടിക്കുന്നാ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു. അപ്പൊ കാതിയാർ പറഞ്ഞു, അതലാണ് കാര്യമായ കുഫുവത്ത പെണ്ണിന്റെ കാര്യം വന്നിട്ട് ഈ വലിയ യഥാർത്ഥ വലിയ കെട്ടിക്കൂലാന്ന് പറഞ്ഞാൽ അവല് അല്ല, മനസ്സിലാകുന്നില്ല, അതിലാണ് യഥാർത്ഥ വലിയ അതിൽ നടത്തിയാൽ പിന്നെ നിക്കായിന്റെ വലിയ കാതിയാണ്, ഞാൻ കെട്ടിച്ചോളാറ്. അങ്ങനെ ഉഷാറ മെമ്പറായ അബൂബക്കർ മുസ്ലിയാര് ഈ പെണ്ണിന്റെ നിക്കായി കൊടുത്തു. വല്യപ്പ ഭയങ്കര കാക്കച്ചാണ്. വല്യപ്പ വേറെ കാര്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പെണ്ണിനെ വേറെ കെട്ടിച്ചു. ഈ പെണ്ണിനെ കെട്ടിച്ചുണ്ടായത് നമുക്ക് ആരത്തൂരുണ്ടായതാണ്. കെട്ടിച്ചപ്പോ 2 കൂട്ടർ ഞങ്ങൾ നിക്കായത് പെണ്ണാണോ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ആര്? 2 കൂട്ടരും. ഞങ്ങളെ മഹറൂർത്ത് കെട്ടിയ പെണ്ണാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നു. അന്നൊക്കെ ഈ കുടുംബ വഴക്കും അതുപോലെ ഈ വംശീയ നന്നുണ്ടല്ലോ, നിങ്ങൾ വേറെ അന്ന് വിഭാഗം വേറെ ഗോത്രമഹിമയും അന്ന് കാര്യമായിട്ട് കാരണന്മാരെ അഹങ്കാരത്തിന് ഭയങ്കര കൈയും കാലവയ്ക്കും. 2 കൂട്ടരും കൊണ്ടുപോകുന്നു. അങ്ങനെ ഒറ്റപ്പാടും ബഹളായി. ഈ പെണ്ണിന്റെ കാത് കയറി ശംസുലമ ഈക്കിന്റെ അടുത്ത് പോയി. നമ്മളെ ശംസുലമ അതിനകത്ത് പറഞ്ഞേ സച്ചീമിന് 10 പൈസ വണ്ടി കുറെ ഓർമ്മ വരും. ശംസുലമ അടുത്ത് പോയി. ശംസുലമ പറഞ്ഞു, കാതേറാണത്, എന്റെ അടുത്ത് ഇവർ 2 വട്ടം വന്ന് പറഞ്ഞു, ഇവരൊക്കെ പോയി ചോദിച്ചപ്പോ യഥാർത്ഥ വലിയ കെട്ടിക്കുല പറഞ്ഞു. നേരെ പറഞ്ഞപ്പോ അതിനാണ് സുബൂത്തായി എനിക്ക് മനസ്സിലായപ്പോ ഞാൻ നിക്കായതാണ്. എനിക്ക് അതും കൂടെ ശരി, അതിൽ നടത്തിയാൽ കാതിയ യഥാർത്ഥ വലിയ അതിൽ നടത്തിയാൽ ഫാസിക്കാകും, അവൻ ശരീരത്താണ്. അത് അതുകൊണ്ട് ഓന്റെ നിക്കായന് വേണ്ട ആവശ്യമില്ല, കാതിൽ നിക്കായ ശരിയാണ് 10 എഴുതി കൊടുത്തു. കാതേര് അടുത്ത വല്യപ്പ കാക്കച്ചേർന്നില്ലേ, വല്യപ്പ അപ്പുറം പോയി വണ്ടൂര് പോയിട്ട് സദക്കത്തുള്ള മുസ്ലിം വിഷയം പറഞ്ഞു, എന്റെ പേരക്കുട്ടിന്റെ കല്യാണം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ലായിക്കാൻ നല്ല കാര്യം വന്നപ്പോ ഞാൻ കെട്ടിച്ചു കൊടുത്താണ്, ഞാൻ വലിയാണ്, എന്റെ മോനില്ല, ഞാനാണ് വലിയ കൈക്കാരൻ, ഞാൻ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കെട്ടിച്ചു കൊടുക്കൂല അറിഞ്ഞാണ്ട് കാതേര് എന്റെ പേരക്കുട്ടി കെട്ടിച്ചിട്ടുണ്ട്, അതിങ്ങനെ ശരിയവസ്ഥ വെച്ചു. ശരിയവസ്ഥ പറഞ്ഞാൽ എന്റെ നിക്കായ ശരി, മറ്റു തെറ്റാണ്. സമസ്തന്റെ സെക്രട്ടറി ശരിയെന്ന്, സംസ്ഥാന പ്രസിഡന്റ് ശരിയല്ലാന്ന്, അത് വല്യപ്പാന്റെ കൂടെയും. ചെറുസോലസ്ത പറഞ്ഞു, ആ വല്യപ്പാൻ നിക്കാണ് ശരി. ചെറുസോലസ്ത പറഞ്ഞു, കാരണം അതിൽ ഉണ്ടാവണമെങ്കിൽ വെറും ഒരു കാര്യം മുടക്കിയാൽ മാത്രം പോരാ. ഞാൻ എന്റെ കുട്ടിക്ക് നല്ല കുപ്പുള്ള കാര്യം കണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ അത് കെട്ടിക്കും. നീ പറഞ്ഞ കെട്ടിക്കൂല പറഞ്ഞാൽ അതിലാവൂലാണ്. തീരെ കെട്ടിക്കൂല പറഞ്ഞാൽ അതിലാവുള്ളൂ. വല്യപ്പ തീരെ കെട്ടിക്കാത്ത കുഴപ്പമില്ല, എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിക്ക് യോജിപ്പായ കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ കെട്ടിക്കും. നീ കൊണ്ടുവന്ന കാര്യം കെട്ടിക്കൂലെന്നാ പറഞ്ഞത്, അതുകൊണ്ട് അതിലാവൂല. ആര്? ചെറുക്കത്തെ അവസ്ഥ. ഈ 2 ഭർത്താക്കന്മാർ കൊന്നെ കൊണ്ടാൻ കാത്തിക്കല്ലേ, 2 ഫത്വ എതിരായി. ഇനി എന്ത് ചെയ്യും? ഈ 2 ഫത്വയുമായി 3 പള്ളിക്കലെ മഹല്ലി കമ്മിറ്റി മെമ്പർമാര് കന്യാത്തുസ്ഥാനത്ത് പോയി. അതേപോലെ എത്ര വണ്ടികളുണ്ട്? 3 മഹല്ലിൽ ആൾക്കാരും കൂടി കന്യാത്തുസ്ഥാനത്ത് പോയപ്പോ കന്യാത്തുസ്ഥാൻ 2 ഫത്വയും വായിച്ചിട്ട് പറഞ്ഞു, ഹാദൽ ഫത്വാഹു ഐനു സവാബ് എന്ന് കണ്ണിയൻ അഹമ്മദ് മുസ്ലിയാർ. ആരെ പറ്റി? സദഖത്തുസ്ഥാന്റെ പദ്ധതി. സമസ്താന്റെ പ്രസിഡന്റ് ഫത്വയാണ് ശരിയെന്ന് സമസ്തന്റെ പ്രസിഡന്റ്, സമസ്തന്റെ സെക്രട്ടറി ഫത്വ ശരിയല്ല. നോക്കണം എന്തെല്ലാം സംഭവം ഉണ്ടായി. അങ്ങനെ വല്യപ്പാനൊക്കെ ശരിയാൻ തീരുമാനിച്ചു. മറ്റൊരു മകര് തിരിച്ചു കൊടുത്തു, വിഷയം നടന്നു. അപ്പൊ ചെറിയൊരു ജാഗ്രത കമ്മി, ചെറിയൊരു അതിലാകാന്നുള്ള വിഷയത്തിൽ എപ്പോഴാണ് അതിലാകുക എന്ന വിഷയത്തില് കെട്ടിക്കുല പറഞ്ഞു. കാലേര് സൂക്ഷ്മ കാണിച്ചിങ്ങനെ നിങ്ങൾ ഒന്നുകൂടി പോയി ചോദിക്കി. 5-6 ആള് പോയി ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ട് ചെയ്യൂലെന്ന് പറഞ്ഞിരിക്കണ ലാഹിർ ചെത്തിയാൽ അതിലായി. പക്ഷെ വല്യപ്പ തീരെ കെട്ടിക്കൂലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ആ കാര്യം ഞാൻ കെട്ടിക്കൂല, വേറെ കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് കെട്ടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിലാകുന്നില്ല. അപ്പൊ വല്യപ്പന്നെ വല്യപ്പ വലിയ അല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. ചെറിയൊരു ജാഗ്രത കണ്ടു. നമ്മളെല്ലാം വളരെ ബഹുമാനിക്കുന്ന ഉസ്താദല്ലേ കുറ്റുപാറ ഉസ്താദ്.
കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് നമ്മളെ തിരുനാവായ അടുത്തുള്ള തിരുത്തി നമ്മളെ അബ്ദുൽ ലത്തീഫ് ഫൈസല്ലേ അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ. ലത്തീഫ് ഉസ്താദിന്റെ തൊട്ടടുത്ത അയൽവാസിൽ കല്യാണത്തിന് വന്നു. അന്നൊക്കെ ഉസ്താമാരും വരുമല്ലോ പുരാപ്പന്റെ കൂടെ നിക്കായിനൊക്കെ. കുറ്റിപ്പുറം അബ്ദുൽ ഉസ്താദ് കൂടെ ഉണ്ട്. നിക്കായ് ചെയ്യാൻ നേരത്തെ ലത്തീഫ് ഉസ്താദ് തൊട്ട അയൽവാസിയാണ്. ആ നിക്കായ് ചെയ്യാൻ വേണ്ടി പുരാപ്പള വന്നിങ്ങനെ വലിയൊക്കെ ഇരിക്കുന്ന സമയത്ത് വലിയായിട്ടിരിക്കുന്ന ആൾ വേറെ ഏതോ ഒരാളാണ്. അപ്പൊ ലത്തീഫ് ഇതിന്റെ അയ്യോത്തിന് കാരണം ലത്തീഫ് ഉസ്താദ് ഞാൻ ചോദിക്കുമല്ലോ, ഇതാരത്തിന് പെണ്ണിന്റെ? ഞാന് ബാപ്പാന്റെ വക്കീലാണ്. ആ ബാപ്പയോടെ ബാപ്പ അജ്ജിന് പോയതാണ് പറഞ്ഞു. ബാപ്പ അജ്ജിന് പോയതാണ് ഇന്നെ ഏൽപ്പിച്ചാണ് പറഞ്ഞു. അന്നെ ഏൽപ്പിച്ചാൽ നിക്കായ് ചെയ്തവരോടോ ഇപ്പൊ അങ്ങനെ വർത്താനാ ലത്തീഫ് ഉസ്താദ്? അജ്ജിന് പോയ ആൾ അജ്ജോട് ഏറാൻ ചെയ്താൽ പിന്നെ എന്ത് വലിയ നിക്കായ് ചെയ്തവരാണ്. പൊതുവേ ലത്തീഫ് ഉസ്താദിന്റെ നാട്ടിൽ ഫുള്ള് എതിരാ. 99% ആൾക്കാർ എതിരാണ്. അതിന്റെ പുറമേക്ക് അല്ലേ ചങ്ങായി കല്യാണത്തെ അന്ന് വന്ന് കൊളാക്കാൻ വന്നുകൊണ്ട് എല്ലാവരും കൂടി മുപ്പറ ചീത്തരാനും മുപ്പറ ജ്യേഷ്ഠന്മാർ തല്ലാനും ഒക്കെ പോവാ. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല, ഇവൻ വലിയല്ല. അപ്പൊ അബ്ദുൽ പറഞ്ഞു, നോക്കണേ ഇക്കിപ്പോൾ അബ്ദുൽ പറയാണ് അൽത്തിഫോലെ ഹജ്ജിന് വന്ന് ബാപ്പല്ലേ, അയാളെ ഇറാൻ ചെയ്തത്, ഇയാൾ ഇറാൻ ചെയ്തില്ലല്ലോ, ഇയാൾ നാട്ടിലുള്ള ആളല്ലേ, അതുകൊണ്ട് ഇയാൾക്കെന്താ ചെയ്താല്? അപ്പൊ അല്ലാത്തുള്ളവര് മുവക്കീൽ അയാൾക്ക് ഇറാൻ ചെയ്ത ഓന് പിന്നെ ഓന് വിലായത്തുണ്ടോ? വിലായത്തില്ലാത്ത ആൾ ഏൽപ്പിച്ച വക്കീല് വിലായത്തുണ്ടാവോ? അത് ശരിയാണ്. ചെറിയൊരു അക്ഷരല്ല. ഹജ്ജിന് ഇറാൻ ചെയ്ത ആള് വാപ്പയാണ്. വാപ്പ ഇറാൻ ചെയ്യലോടുകൂടി വാപ്പ വലിയല്ലാതായി. വലിയല്ലാത്ത ആളെ വക്കീലുണ്ടാടേണ്ട കാര്യം നിക്കായ് ശരിയാവൂല. അങ്ങനെ പിന്നെ വലിയ രണ്ടുമാരുടെ അപ്പുറം ഓയിബായി അടിസ്ഥാനത്തിൽ മറ്റോ നിക്കായ് ചാലിയേര് ചെയ്തെന്തോ സംഭവം ഉണ്ടായി. ഏതാ നിക്കായ് അന്ന് കല്യാണം കലങ്ങി ലത്തീഫ് ഉസ്താദ് ഉജ്ജ പ്രതിയായി അയൽവാസികളോടും ബന്ധുക്കളെ സത്തുവായി. മസ്തല പറഞ്ഞ എങ്ങനെയാണ്? നമ്മളെ കുട്ടിനെ കഞ്ഞി കല്ലിട്ട് പറയും. ചെറിയൊരു അശ്രദ്ധ അത് കാരണത്തെ സംഭവിക്കാണത്. ലത്തീഫ് ഉസ്താദ് നേരത്തെ പറഞ്ഞു ചെറുസോളത്താദ് കാരത്തൂർ മാരിന് പോണ്ടി വന്നു. കാരത്തൂർ മാരിന് ചെറുസോളത്താദ് പറഞ്ഞത് വലിയ ജദ്ദാണ് വലിയ കാതിയെല്ലാം. കമ്മിറ്റിക്കാരും കാതി ഒരു പക്ഷത്ത. കമ്മിറ്റിക്കാർക്കെതിരായി മുദരിസ് പത്ത് കൊടുത്തുകൊണ്ട് മുദരിസ് മറ്റേ ആളായതുകൊണ്ട് ചെറുസോളത്താദ് കാരത്തൂന്ന് പോണ്ടി വന്നു. ഹക്കനാണ്, ഹക്ക് പറഞ്ഞിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എന്നാലും പിന്നെ ആ മുദരിസിനെ കാണാൻ കമ്മിറ്റിക്കാർക്ക് ചെറിയ പ്രയാസം, ചെറിയ തമ്മല്, അഹങ്കാരത്തിന്റെ കാലഘട്ടമല്ലേ ഉസ്താദിന് തിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ ചെറിയൊരു ജാഗ്രത കമ്മി ഉണ്ടായാൽ പ്രശ്നങ്ങളെ കൊണ്ട് പ്രശ്നമാവും. കമ്മാട് ഞങ്ങൾ പഠിക്കുന്ന അന്ന് എന്ന് ഞാൻ വാക്യത്ത് പറയാം, മസ്തല പറയാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. കൊടിഞ്ഞിയിൽ നിക്കാഹ് കഴിഞ്ഞ പാടെ വണ്ടി എടുത്തിട്ട് 5-6 വണ്ടി കമ്മാട്ടത്തിന് വരണേ. അന്ന് ഫോൺ അത്ര വ്യാപകമായിട്ടില്ല. എന്ത് സംഭവം എന്ന് വെച്ചു. അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ അവിടെ പോകും എന്താ സംഭവം എന്ന് അറിയാൻ നല്ല രസം തോന്നും. അപ്പൊ ഉസ്താദെ ഇരട്ടക്കുട്ടികളെ കെട്ടിച്ചാണ്. ഒരു വീട്ടിലെ ഇരട്ടക്കുട്ടികളെ കെട്ടിച്ചു, ബാപ്പനെ വലിയൊക്കെ. ജ്യേഷ്ഠത്തിന്റെ നിക്കായ് അഞ്ചത്തിന്റെ ഭർത്താവിനും അഞ്ചത്തിന്റെ നിക്കായ് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനാ ചെയ്തു കൊടുത്ത് പേര് മാറിപ്പോയി. അല്ലാഹു അക്ബർ. ജ്യേഷ്ഠത്തിനെ കെട്ടിക്കേണ്ടത് അഞ്ചത്തിന്റെ ഭർത്താവിനും അഞ്ചത്തിന്റെ ഭർത്താവിന് ജ്യേഷ്ഠത്തിനെ കെട്ടിക്കൊടുത്തു. ഇരട്ടക്കുട്ടികളാണ്. ഈ പൂജാപ്പതി ഇരട്ടലാണ്, മാറിപ്പോയി. അത് നിക്കായ് കഴിഞ്ഞപ്പോൾ അല്ലല്ലോ പേര് മാറില്ലോ എന്ന് പറഞ്ഞു. ആ നിക്കായ് തന്നെ അല്ലല്ലോ പേര് മാറില്ലോ, അഞ്ചത്തിന് ജ്യേഷ്ഠത്തിന് അഞ്ചത്തിന് മാറില്ലോ എന്ന് പറഞ്ഞു. ആ മാറിയോ എന്നവിടെ വയ്യോ. 2 പുലാപ്പലിനെ വിളിച്ച് 2 തലാക്കല്ലോ, 2 ആൾ തലാക്കില്ല. തലാക്കി 2ാമത് നിക്കായ്. അത് വേറെ മോടി അല്ല, തലാക്കല്ല ഇദ്ദയ്യല്ലേ. തലാക്കല്ല പിന്നെ ഇദ്ദയ്യാതെ നിക്കായ് ശരിയാവോ? അങ്ങനെ വരകി ചോറ് വെച്ചിട്ടാ നോക്കണങ്ങള്. അതിനെ നിക്കായിന് ചോറ് വെക്കുള്ളല്ലോ, ചോറ് വെക്കുന്നില്ല, പ്രശ്നമായി. അപ്പളാ വഞ്ചെടുത്ത് വന്നു ഉസ്താന്റെ അടുത്ത്. ഉസ്താദ് പറഞ്ഞ് 2 വിളിച്ച് പറഞ്ഞ് ജ്യേഷ്ഠത്തിന്റെ പേര് പറഞ്ഞാലും ഈ കെട്ടിയ ഭർത്താവിനും കെട്ടിട്ടുള്ള വലിയനും പേരെ മാറിയിട്ടുള്ളൂ. മൂത്തോന്റെ ഭർത്താവ് ഇതാണ്, മൂത്തോളെ ഭർത്താവ് ഇതാണെന്നും ആ താഴെയുള്ളവളുടെ ഭർത്താവ് ഇതാണെന്ന് അറിയുമെന്ന് വെച്ചു. അതങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ കണ്ടുവച്ചതും മുട്ടായി കൊടുത്തതും പേര് പറഞ്ഞു വെക്കാൻ ഒന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ സ്വീകരിച്ചത്, നിനക്ക് പറഞ്ഞ പെണ്ണ് ഞാൻ കെട്ടിച്ചത് എന്ന് മാത്രമാണോ വലിയനോട് ചോദിച്ചു, 2 സൗദിനോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ തന്നെയാണ്. എന്നാ പിന്നെ ആദ്യത്തെ നിക്കായ് ശരിയാക്കുന്നു പറഞ്ഞു. പത്രമിലുണ്ടല്ലോ പേര് മാറാൻ കുഴപ്പമില്ല, മൗസൂഫ് മാറാഞ്ഞാൽ മതി, മുസമ്മ മാറാഞ്ഞാൽ മതി, പേരേ മാറിയിട്ടുള്ളൂ, പേര് മാറിയോണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ തലാക്കില്ലതോ? നിക്കായ് ശരിയായതാണ് തലാക്കെല്ലാം പറ്റുമോ? തലാക്ക് ചെല്ലിയ മറ്റേ പെണ്ണിനായിരുന്നു. ആര്? ജ്യേഷ്ഠം തലാക്കില്ല അഞ്ചത്തിന്റെ അഞ്ചത്തിന്, 5 തലാക്കില്ല ജ്യേഷ്ഠത്തിനാണ്. അതുകൊണ്ട് ആ തലാക്ക് കുഴപ്പമില്ലായിരുന്നു. തലാക്കിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇദ്ദന്റെ പ്രശ്നം വരുന്നില്ല. അങ്ങനെ വേഗം ചോറിച്ച് പോയിക്കൊള്ളി പറഞ്ഞു. അൽഹംദുലില്ലാഹ് അങ്ങനെ വായത്തായി. സത്യത്തില് ആ തൊലാക്കിന്റെ മസല മാത്രമേ ഖിലാഫുള്ളൂ. വസീ നടക്കാത്ത പെണ്ണ് തലാക്കില്ല ഇദ്ദ വേണ്ട. ദുഖൂർ നടന്നെങ്കിലേ ഇതിന്റെ ആവശ്യമുള്ളൂ, ഇദ്ദന്റെ ആവശ്യമുള്ളൂ. ഇത് വസ്വാസായാണ്. തൊലാക്കില്ല ഇദ്ദ കഴിയണ്ടേ? അത് ശരി തന്നെയാണല്ലോ. അപ്പൊ ചിന്തിക്കുന്നത്
വഫാത്തിന്റെ ഇദ്ദക്ക് ജിമായി ഷർത്തല്ല. മരിച്ചാൽ ഭർത്താവ് മരിച്ചാൽ നിക്കാഹ് കഴിഞ്ഞ പാടെ മരിച്ചാലും 4 മാസം 10 ദിവസം ഇദ്ദരിക്കണം. അല്ലാത്ത സലാത്ത് പുല്ല് പോലത്തൊക്കെ ആണെങ്കിൽ 10 നടന്നെങ്കിൽ ഈ ഇദ്ദന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇദ്ദന്റെ ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്ന വേറെ മസലയാണ്. ഇങ്ങനെ ഓരോരോ വാക്യത്ത് ഉണ്ടാവുമ്പോഴാണ് അതാത് മഹല്ലത്തിലെ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കുന്ന നമ്മൾ കാണിക്കുന്ന ജാഗ്രത കമ്മി കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത. വല്ലിപ്പാന്ന് പറയും, ഞാനാണ് കൈക്കാരെന്ന് പറയും. എന്ത് വല്ലിപ്പയാണ്? വല്ലിപ്പാന്ന് പറഞ്ഞാൽ അമ്മാന്റെ പേര്. എളാപ്പാന്ന് പറയും, ബാപ്പല്ല ഞാൻ എളാപ്പയാണെന്ന് പറയും. ആങ്ങളാരൊന്നുമില്ലേ? ആങ്ങളാരില്ല. നമ്മൾ ഉറപ്പിച്ചു എളാപ്പുണ്ടല്ലോ. പിന്നീട് അറിയാം അത് ഉമ്മാന്റെ അഞ്ചത്തിന്റെ ഭർത്താവോ വേറെ അല്ല എളാപ്പയായിരിക്കും. ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ചെന്നാല് ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മായിയ. അമ്മായിനെ തൊട്ടാ ഉതിർ വെച്ച് നമ്മൾക്ക് ഇല്ലാന്നല്ല പറയാ. അത് യൂസുഫാക്ക് നാട്ടിലെ അമ്മായി ജ്യേഷ്ഠ ഭാര്യയാണ്. ജ്യേഷ്ഠന്റെ ഭാര്യ തൊട്ട മുറിയിലെ മുറി അവിടെ അമ്മായിയാണ്. വ്യത്യാസമുണ്ട്. ഓരോ നാട്ടിലും പെരുമാറുന്ന ഭാഷയായിരുന്നു. ഫറായിദിന്റെ മസാല നമ്മൾ ചോദിച്ചാൽ ആരൊക്കെ ഉണ്ട്? ഇമ്മ മരിച്ചു, പിന്നെ ഇപ്പുണ്ട്, മക്കളുണ്ട് എന്നറിയും. ഈ ഇപ്പയും മക്കളൊക്കെ തായിന്റെ അമ്മയും മക്കളാവും, മയ്യത്തിന്റെ അല്ല. അപ്പൊ നമ്മോട് ഫറായിദ് സംബന്ധ മസല വന്ന ഉടനെ ആരാ മരിച്ചത്? മരിച്ചത് ഫുലാനിന് ഫുലാൻ, അല്ല ഫുലാനത്ത് ജിന്ദ് ഫുലാൻ എഴുതുക. അവർക്ക് ആരൊക്കെ ഉണ്ട്? പാപ്പുണ്ടോ, ഉമ്മണ്ടോ, ഭർത്താവുണ്ടോ, ജ്യേഷ്ഠ ആങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാതിരുന്നാൽ നമ്മളോട് ചോദിക്കാൻ വന്ന ആളാണെന്ത് പറയാ, വാപ്പുണ്ട്, വാപ്പാരുതാ ഇന്തോവും, അത് മയ്യത്തിന്റെ ഭർത്താവോ, മയ്യത്തിന്റെ ഭർത്താവോ അല്ലെങ്കിൽ ഇവന്റെ വാപ്പ മയ്യത്തിന്റെ വല്യപ്പക്കായിരിക്കും. ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ സായിന്റെ അല്ല നമുക്ക് വേണ്ടത്, മയ്യത്തിന്റെ ഹക്ക നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഫറായിദ് സംബന്ധ മസല ചോദിച്ചാൽ വന്നാൽ ഉടനെ നമ്മൾ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട നേരെ പേരെഴുത, പെണ്ണുകൊള്ളത്തിൽ അത് ഉസ്താമാരുടെ വസിയത്താണ്. പേരെഴുത, പേരില്ല മാത്തത്ത് ഫുലാൻ അല്ലെ മാത്ത ഫുലാൻ എന്ന് എഴുതിയിട്ട് അവന്റെ ആ ബന്ധം നോക്കണം. അപ്പോഴേ നമ്മളെ ഈ ഇടപാട് ശരിയാവുള്ളൂ. അല്ലാതെ നമ്മളെ പ്രശ്നം വഷളാവും. ആൾക്കാർക്ക് ധാരണ ഉണ്ടാവും, സ്വത്തുണ്ടാവില്ലാണ്. ആൾക്കാരുടെ ധാരണ അറിഞ്ഞാല് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളെ ചേരാക്കാരമോ വാർത്തയല്ലോ, അല്ല എല്ലാവരും വായിച്ചില്ല. പെണ്ണുങ്ങളെ ചേരാക്കാരമോ നമ്മക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത പോലായി. അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിന് പുറത്തു പോകുമെന്നുള്ള കോലത്തിലായി. അപ്പൻ മൊഴയിലും ഫൈസയിലും മൊഹനിയിലും എല്ലാ ഷാഫിയിലും എല്ലാ ഫുഖഹാവും പറഞ്ഞ മസലല്ലേ, പുരുഷന്മാർക്ക് കിട്ടാൻ നിർബന്ധമാണ്. അത് പരസ്യമായി നടത്തൽ സുന്നത്താണ്. ആൺകുട്ടികൾക്ക് കിട്ടാൻ നിർബന്ധമാണ്. അത് വളരെ പരസ്യമായി നടത്തൽ എന്താണ്? സുന്നത്താണ്. നമ്മളെന്ന് പറയാൻ സ്വകാര്യമായിട്ട് കുട്ടിനെ കടൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും, സൈക്കിളിന് മുറിച്ചുകൊണ്ട് കൊണ്ടും ചെയ്യും. ആരും അറിയിക്കൂല. അത് അനാചാരമായി മാറി അറിയിക്കല്. അത് നല്ല ആചാരമാണ്. നമ്മളെ ആൺകുട്ടികളെ കിട്ടാൻ കഴിക്കുന്ന നമ്മൾ പരസ്യമായി നടത്തണം, മൗലിദ് ഓതണം, ആൾക്കാരെ വിളിച്ചു വരുത്തണം, ഭക്ഷണം കൊടുക്കണം. അത് നല്ല സുന്നത്താണ്. അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോകുന്ന അത് ഉമീത്തത്ത് പഴുതി എന്റെ ശേഷം ചത്തുപോകുന്ന സുന്നത്തിന് എഹിയായി ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ കിട്ടാൻ പരസ്യപ്പെടുത്താൻ വേണ്ടി പറയണം. അത് സ്ത്രീകളെ കിട്ടാൻ സുന്നത്താണ്. അത് വളരെ സ്വകാര്യമാക്കിയ സുന്നത്താണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആർക്കും അറിയില്ല. മാതൃഭൂമി പത്രത്തിന് ലേഖികയായ ഒരു പെണ്ണിന് എന്തോ ഒരു ലൈംഗികമായ കുഷ്ഠരോഗം ഉണ്ടായപ്പോ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് ഹിത്താൻ ചെയ്താൽ മതി. ഹിത്താനോ? പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങൾക്ക് തന്നെ. നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ ഞാൻ നടത്തുണ്ടല്ലോ, കോഴിക്കോട് ക്ലിനിക് ഉണ്ടല്ലോ. ഓക്കെ, രോഗമാരല്ല വേണ്ടത്. ഓള് പിന്നെ ആ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് രോഗികളെ കുറിച്ചും അവിടെ നിന്ന് വിഷയം അന്വേഷിച്ചിട്ട് വലിയ വാർത്തയായി കൊടുത്ത് ആൾക്കാരൊന്നാകെ ഏറ്റെടുത്ത് നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ആ ക്ലിനിക്ക് അടിച്ച് പൊളിച്ചു. നമ്മളെ മന്ത്രി KT പറഞ്ഞു ഇത്തരം വേണ്ടാത്തരം ഇനി ആരും ചെയ്താൽ കണ്ണു നോക്കി നിൽക്കൂല, ശക്തമായ നടപടി എടുക്കുന്നൊക്കെ ധൈര്യം പറഞ്ഞു. വിവരം വേണ്ടേ? ഈ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിവരമില്ല, KT വിവരമില്ല. എല്ലാ ഫിഖിനും കിട്ടാൻ വെള്ളയല്ലേ, ലേഡീസിനെ കിട്ടാനുണ്ട്. അവരുടെ ആ വിഷയഭാഗത്തുള്ള ഞാൻ പറയത്ത ഓപ്പണായിട്ട് പിന്നെ സ്വിച്ച് ഓഫ് സെക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാന ഭാഗം അത് മുരടോടെ നശിപ്പിക്കലാണ് പ്രാകൃതം. അത് മുരടോടെ പൂർണ്ണമായി നശിപ്പിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ വരെ നടക്കുന്ന പ്രാകൃതമായ പരിപാടിയാണ്, പീഡനമാണ്, വേണ്ടത്രമാണ്. അതാരും ചെയ്യാൻ പാടില്ല. നമ്മൾ മാത്രമല്ല, കട്ടപിടി തുണ്ണാൻ ഒരു സ്പൂണ് നിറയുണ്ടാവും. ഇത് ഫുള്ളായി ഭർത്താവില്ലാതെ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ അഞ്ചത്തി അങ്ങനെ ഉണ്ടാവും, ചേട്ടത്തി അങ്ങനെ ഉണ്ടാവുന്ന കലയാക്കാൻ ആടില്ലല്ലോ. ഇതെന്ത് കാരണം എന്ന് വെച്ചാല് അത് നമ്മളെ തേയില തോട്ടത്തേക്ക് തേയില തുള്ളാൻ വേണ്ടി പോകും, പുറത്തൊരു കൊട്ട ഉണ്ടാവും. ആ കൊട്ട കെട്ടിലിങ്ങനെ നുള്ളി ഇങ്ങനെ പോകുമ്പോ അപ്പുറത്ത് വേറെ ആണ് നുള്ളി വിടത്തിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ജിമായ നടത്തും, ഹന്താവും, കുട്ടികളുണ്ടാവും. അങ്ങനെ എല്ലാ വീട്ടിലും ഭർത്താവില്ലാത്ത വിവാഹപൂർവ്വ ബന്ധം നടത്തിയിട്ട് പാപ്പല്ലാത്ത കുട്ടികൾ പാടുണ്ട്. അപ്പൊ എല്ലാം നിക്കാവ് ഇതേപോലെ ഉസ്താദ് ഹക്കീമിനെ അവസ്ഥയാണ്. 16 നിക്കായി നടന്നിട്ട് 2 യഥാർത്ഥ പാപ്പുള്ളതുള്ളൂ, ബാക്കി 14 ഹക്കീമാണ് പറഞ്ഞു. അതെങ്ങനെയുണ്ട്? അപ്പോ കാദിയാരുണ്ടെങ്കിൽ
കാദിയാർ ഉണ്ടെങ്കിൽ കാദിയാരെ നിക്കാഹ് ചെയ്യണം. ഈ നിലമ്പൂരി അടുക്കര വൈക്കര ഭാഗത്തൊക്കെ കാദി എന്ന് പറഞ്ഞാൽ ഖത്തീബാണ്. എന്താ ജോലി? കാദി എന്ന് പറയും. അപ്പൊ ആ കാദിയല്ല, അക്കത്തിന്റെ അയലുകാര് ബൈഅത്ത് ചെയ്ത യഥാർത്ഥ കാദിയാണ് നമ്മുടെ ഫിഖ്ഹിലെ മസ്അലി. അല്ലാത്ത പള്ളിക്കത്തെ മിമ്പറ മുഖത്തുപോകുന്ന ഖത്തീബ് കാദി എന്ന് പറഞ്ഞുകൊണ്ട് കാദിയാവില്ല. എല്ലാവരും അടുക്കര ആ ഭാഗത്ത് ഫുള്ള എല്ലാവരും അത് കാദിയാണ്. ഈ ജോലിയുടെ ഖത്തീബ് വരുന്ന പരിപാടി ഞാൻ കാദിയാണ്. നാട്ടിലും പണി കാദി വരച്ചാറ്. അത് മാസം ഉറപ്പിക്കാനും അതുപോലെ വലിയില്ലാത്ത നിക്കാഹ് ചെയ്യാൻ ആ കാദിക്ക് അധികാരമില്ല. കാരണം കാദി ആയിട്ടില്ല. അപ്പൊ ചില കുട്ടികൾ നിങ്ങളുടെ കാദി ആക്കണം എന്ന് പറയും. മഹിളയെ പറ്റി ജനപൂരി കുട്ടിയെ നിങ്ങളുടെ കാദി ആക്കണം എന്ന് പറയും. അങ്ങനെ കാദിയാവണം. എന്നാൽ പിന്നെ ടാക്സി നടത്തണ്ട. അല്ലാതിരുന്നാൽ കാദില്ല. അവിടെ കാദില്ലെങ്കിൽ ഇതേപോലെ ഒരു ജില്ലാ അടിസ്ഥാനത്തോ മറ്റോ ബൈഅത്തിൽ കാദി ഉണ്ടോ നോക്കണം. ആ മഹല്ലില് ആൾക്കാരെ അക്കത് നടത്തിയിട്ടുണ്ടോ നോക്കണം. നോക്കിയിട്ട് ആ വലിയായ യഥാർത്ഥ കാദിയാണ് നിക്കാഹ് ചെയ്യേണ്ടത്. കാദി ഉണ്ടായിരിക്കെ തഹക്കീം നടത്താൻ പറ്റൂല. കാദി ഉണ്ടായിരിക്കെ തഹക്കീം നടത്തണമെങ്കിൽ ഈ മുഹക്കമായ ആള് മുജ്തഹിദാവണം. വെറുതെ പറയില്ല മസല, മുജ്തഹിദ് ഉറപ്പല്ലേ? മസല വെറുതെ പറയാണ്. മുജ്തഹിദായ മുഹക്കമാണെങ്കിൽ കാദി ഉണ്ടാകാൻ കുഴപ്പമില്ല. ഇന്നറിയില്ലല്ലോ, അതുകൊണ്ട് ആ മസല വെറുതെ പറയണ്ട. ഇന്ന് നമുക്ക് കാദി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാദി ഇല്ലെങ്കിലാണ് തഹക്കീമാക്കേണ്ടത്. ഹക്കം തുക തഹക്കുദലി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഈ ഭാര്യാമത പെണ്ണും സൗജാകാമൻ ആണും രണ്ടാളും കൂടിയാണ് ഈ ഹക്കമായ ആളെ അതിരായ ആളെ ഏൽപ്പിക്കണം. ഹക്കംനാക്ക തഹക്കുദലന, ഞങ്ങൾക്ക് വേണ്ടി അക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളും നിങ്ങളെ ഏൽപ്പിച്ചു, ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ആണും പെണ്ണും ഏൽപ്പിക്കണം. ആണും പെണ്ണും ഏൽപ്പിക്കണം. ഇതിന്റെ എല്ലാ കിതാബിലുണ്ട് മാൻ രണ്ടാളും. നമ്മുടെ പഴയ കാലത്ത് ഉസ്താദന്മാർ ഭയങ്കര തരക്കുള്ള മസാലയാണ്. പ്രത്യേകിച്ച് ചെറുസോറസ്താദ് കുത്തിരി തങ്ങളൊക്കെ ഖിലാഫായ മസാലയാണ്. രണ്ടാളും വേണോ വേണ്ടേ? രണ്ടാളും വേണോ വേണ്ടേ? രണ്ടാളും വേണം. പെണ്ണ് ഏൽപ്പിക്കണം, ആണ് ഏൽപ്പിക്കണം. ആണും പെണ്ണും ഏൽപ്പിച്ച ശേഷം ആ ഏൽപ്പിച്ച സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ ആണിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ നിക്കാഹ് ചെയ്യണം എന്നാണ് കുറെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. മഹാനായ കുത്തിബി തങ്ങൾ എത്ര സൂക്ഷ്മത്തിന്റെ ആളായിരുന്നു. മൂപ്പർ അങ്ങനെ ചെയ്തിട്ടും മൂപ്പരെ അനുസ്മരണം നമുക്ക് വായിച്ചാൽ അറിയാം. മൂപ്പരെ കണ്ട് പരിചയം പറഞ്ഞു അങ്ങനെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കട്ടന്റെ അപ്പുറത്ത് പെണ്ണ് നിൽക്കും. പെണ്ണും ആണും കൂടി നേരെ ആകെ ഏൽപ്പിക്കും, ആക്കിയത് മഹക്കമാക്കും. എന്നിട്ട് ആ വിരിപ്പിന്റെ അപ്പുറത്ത് പെണ്ണ് നിൽക്കും. ഈ ഇവിടെ ആണും വലിയിരുന്ന് കണ്ട് നിക്കാഹ് ചെയ്യും, പെണ്ണ് കേൾക്കും ചെയ്യും. അതാണ് ചെയ്യേണ്ടത് എന്നാണ് കുറെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ഞാൻ ആസ്തി പറയും ചോദിക്കാൻ അവസരം ഫുള്ള് തരും. ഉസ്താദന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ ധൈര്യം. ഫിഖ്ഹിന്റെ ഇബാറത്ത് നോക്കുമ്പോ ഫത്ഹുൽ മുഈനിന്റെ മഅന കാണാം, മിൻഹാജുൽ മഅന കാണാം. ഈ മഅന്റെ അർത്ഥം ജമീഅൻ എന്നാണെന്ന് ഗൽഗപ്പാറ ഉസ്താദ് എന്ന കിതാബിലുണ്ട്. അപ്പൊ ആണ് ഏൽപ്പിക്കണം, പെണ്ണ് ഏൽപ്പിക്കണം, ഒപ്പം ജമീഅൻ രണ്ടാളും ഏൽപ്പിക്കണം. അപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു, ജെയ്ദിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ ഞാൻ ഇങ്ങനെ അധികാരപ്പെടുത്തി. ജെയ്ദ് വേറെ ദിവസമോ വേറെ സ്ഥലത്ത് വെച്ച് പറഞ്ഞു, ഇന്ന അസ്മായിനെ കെട്ടാന് എന്നെ കൊണ്ട് കെട്ടിക്കാന് ഞാൻ ഇങ്ങനെ അധികാരപ്പെടുത്തി. രണ്ടാള് മാൻ രണ്ടാളുമായി. ജമിയാന്റെ മാനാക്കാണെങ്കിൽ രണ്ടാളുമായി നിക്കാഹ് മുഹക്കമായി. പിന്നെ ആ നിക്കാഹ് തഹക്കീം നടന്ന സദസ്സ് തന്നെ വേണമെന്ന് അറിയിക്കുന്ന കുറെ ഇബാറത്തുണ്ട്. ഖളാഇന്റെ ബാബിൽ ഷെഹ്ഫയിലും വസൂമിലെ കാണാം. ആ മജ്ലിസിൽ മാത്രം നടത്തണം. കാരണം മഹല്ല് വിലായത്തിന് പുറത്തേക്ക് പോയാൽ വിലായത്തില്ല. ഉദാഹരണം, പൊന്നാനി കാദിയാണ് ബഹുമാനപ്പെട്ട മസലം പറയാം. സുൽത്താൻ പൊന്നാനി കാദിയ. പൊന്നാനി കാദിയായ ഈ മഹല്ലത്തിലെ പെണ്ണെ കെട്ടിക്കണം. അങ്ങനത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിമത്തായ പെണ്ണാണ്, ആരുമില്ല വലിയായിട്ട്. എന്നാ പിന്നെ നമ്മള് ഏറ്റുസ്ഥാൻ നാട്ടിൽ പോവുക, അങ്ങനെ മർക്കസിൽ പോവുക. മർക്കസിക്ക് സൗജന്യം കൂട്ടി പെണ്ണെ കൊണ്ടുപോയി നിക്കാഹ് ചെയ്താൽ പറ്റുമോ ഇല്ലേ? പറ്റുമോ ഇല്ലേ? മർക്കസ് നിൽക്കുന്ന മഹല്ലിൽ എ പി ഉസ്താദ് കാദി ആണെങ്കിൽ പറ്റൂ, അല്ലേ പറ്റൂല. നിക്കാഹ് നടക്കുന്ന സദസ്സിൽ ആ മഹല്ലത്തിൽ ഈ കാദിക്ക് വിലായത്തുണ്ടാവും. വാജി സലാമിൽ വെച്ച് നിക്കാഹ് നടത്താൻ നെല്ലിക്കുത്ത് ഉസ്താദ് നല്ല വിവാദ സമയത്ത് മലപ്പുറം ജില്ല മൊത്തം കാദി നെല്ലിക്കുത്തായിരുന്നു. അപ്പൊ കുറെ മഹല്ലത്തുകാർ നെല്ലിക്കുത്ത് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അത് നിക്കാഹ് ചെയ്യാൻ വേണ്ടി വാജി സലാമിലേക്ക് വരും. വേണ്ട, മാസോർപ്പിക്കാൻ വരും. മാസോർപ്പിക്കാൻ വരും. വാജി സലാമിന്റെ ബിൽഡിംഗ് നിൽക്കുന്ന മഹലിൽ നമ്മളല്ല, നമ്മളെ കാദിയാക്കിയ മഹലുമല്ല. പിന്നെ വാജി സലാം മാസോർപ്പിക്കാം. വാജി സലാമിന്റെ കാദി അല്ലാത്ത ഒരാളെങ്ങനെ വാജി സലാമിനെ മാസോർപ്പിക്കുക? വാജി സലാമിന്റെ കാദി അല്ലാത്ത കാദി എങ്ങനെയാണ് വിലായത്തില്ലാത്ത പെണ്ണെ കെട്ടിക്കുക?
അപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദ് രാജസ്ഥാനിൽ വെച്ച് നിക്കാഹ് ചെയ്യണമെങ്കിൽ വേണം ഒരുപാട് ഏടാഗുണങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയാകുമ്പോഴേക്ക് ഈ പെണ്ണിന്റെ കാര്യം ബുദ്ധിമുട്ടാകും, വിഫലമാകും. അതുകൊണ്ട് പ്രയാസമാണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മാത്രമാണ് തഹക്കീം നടത്താൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ല. ഇപ്പറയപ്പെട്ട മന്ദുത്രയായ ഔലിയാക്കന്മാർ ആരുമില്ലെങ്കിൽ മുഹക്കമുൻ അതിലുൻ, നിങ്ങൾക്ക് എല്ലാവരും ലാസ്റ്റ് നോട്ട് തരും. മുഹക്കമുൻ അതിലുൻ, ആദിലായ നീതിമാനായ ഒരു മുഹക്കമാണ് നിക്കാഹ് ചെയ്യേണ്ടത്. എങ്ങനെ തഹക്കീം നടത്തേണ്ടത്? നേരത്തെ പറഞ്ഞ ഹക്കംനാക്ക രണ്ടാളോട് പറയാം. ഇനി മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല, അല്ല അറബി പറയേണ്ട ആവശ്യമില്ല. അത് നിർബന്ധമായ അറബി സർത്തായ സംഗതിയൊന്നല്ല. ഞങ്ങൾ അങ്ങനെ ബന്ധം നടത്താൻ നിക്കാഹ് ഞങ്ങൾ ഏൽപ്പിച്ചു പറഞ്ഞത്. ഇപ്പൊ നമ്മള് യഥാർത്ഥ വലിയല്ലാത്ത ദിക്റായ പെണ്ണിനെ വല്ലിപ്പയോ വാപ്പയോ കെട്ടിക്കണം, മുജിബറ വലിയ, അപ്പോൾ മാത്രം സമ്മതം ചോദിക്കാൻ നിർബന്ധമില്ലാത്തത്. ബാക്കി വാപ്പനെ കെട്ടിക്കാൻ രണ്ടാം കല്യാണമാണ്. സമ്മതം ചോദിക്കണ്ടേ? സമ്മതം ചോദിക്കണം. അടുത്ത സ്ഥാനം ഏറ്റുള്ളമാക്കെ യഥാർത്ഥ മുജിബറ വലിയ അല്ലെങ്കിൽ സമ്മതം ചോദിക്കണം. സമ്മതമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദിക്റാണെങ്കിൽ സുമാത്ത് മതി, മൗനം മതി. സയ്യിബാണ് മൗനം പോരാ, തുറന്നു പറയണം. സമ്മതം ഉണ്ടാവും. മുട്ടായെടുത്ത് വാങ്ങിക്കണേ, മോതിരിട്ടത് സമ്മതിച്ചിരുന്നേ എന്ന് പറഞ്ഞാൽ പോരാ. ഇത് കാരണം നമ്മളെ ഒരു ശിഷ്യന് കുറെ കാലം കല്യാണത്തിന് സമ്മതിക്കാതെ വിദ്യാഭ്യാസമുള്ള പെണ്ണ് വന്നറിഞ്ഞ് നടന്നു. വിദ്യാഭ്യാസത്തിലെ പെണ്ണ് വന്നാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം വിദ്യാഭ്യാസത്തിലെ പെണ്ണ് കിട്ടിയിട്ട് ആദ്യ രാത്രിയിൽ ഉതൊക്കെ ഉണ്ടാക്കി എല്ലാ റാഹത്തായി. അപ്പൊ നമ്മളാ മറ്റുള്ള സ്ത്രീകളെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ പഠിപ്പിച്ചാൽ മതി. എന്നാ നല്ല മട്ടായി. പാപ്പയാണ് കെട്ടിക്കുന്നത്, രണ്ടാമത്തെ കല്യാണമാണ്. പിന്നെ നമ്മളാ പറഞ്ഞ നിക്കാഹ് നടത്താൻ വേണ്ടി പോകും, നമുക്ക് സമ്മതല്ലേ? ആന്ന് പറഞ്ഞാൽ മതി. മറ്റേ ഇന്ന് എനിക്ക് വന്ന ഈ കല്യാണം നടത്താൻ എന്റെ ഉപ്പാക്ക് ഞാൻ സമ്മതം കൊടുത്തിരിക്കുന്നു ഒന്നും പെണ്ണ് പറയില്ല. പ്രത്യേകിച്ച് 2-3 മുമ്പിൽ വെച്ചിട്ട് ആണുങ്ങൾ പറിച്ചിരുന്നു കേട്ടാ. നിക്കാഹ് കൊടുക്കുമ്പോ എല്ലാവരും സത്യമാരല്ലേ? നിക്കാഹിന് ചെയ്യാൻ പറയുന്നത് വലിയ അമ്മോസാങ്കി പൊങ്ങനാണ് അല്ലേ? അങ്ങനത്തെ വർക്കും, അതായത് സഭാകമ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ചോദിച്ചാൽ മതി. നമുക്ക് സമ്മതല്ലേ നമ്മളാ നിക്കാഹ് നടത്താൻ വേണ്ടി പോകുന്നു, ആങ്ങളാണ് കൈ കൊടുക്കണത്, നമുക്ക് സമ്മതല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഉറപ്പിക്കണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് പെണ്ണ എന്ന് പറഞ്ഞാൽ ആ വിലായത്തിന്റെയും ആ തഹക്കീമിന്റെയും ആ ഇതിന്റെ ഒക്കെ തീര ഭംഗിയായി അത് ഉറപ്പുവരുത്തണം. അപ്പൊ അവൻ നിക്കാഹ് നടത്താൻ നേരത്തെ ചോദിക്കണമെങ്കിൽ ഫോണിൽ കൂടി ചോദിക്കണം. അപ്പൊ കഴിഞ്ഞ ആൾക്കാരെ ചോദിച്ചു ഫോണിൽ കൂടി ആയാലോ? വക്കാലത്തൊക്കെ ഉണ്ടാവില്ലേ ഗൾഫിൽ നിന്ന് വക്കാലത്ത് ഫോണിൽ കൂടി ആയാലോ? ഫോൺ വക്കാലത്തിന്റെ മസാല ഞാൻ എന്നെ കണ്ട് വരാത്ത ഫോൺ വക്കാലത്ത് പറഞ്ഞാല് ഈ പള്ളിന്റെ ഒരു റൂമിന്റെ വാതിലൊക്കെ അടച്ച് ജണ്ടൊക്കെ അടച്ച് ആരുമില്ലാതെ ഒരു ഭർത്താവ് പറയാണ് ഞാൻ എന്റെ ഭാര്യയെ തൊലാക്കല്ലേ പറഞ്ഞ മസല, ഞാൻ എന്റെ ഭാര്യയെ തൊലാക്കല്ലായിരുന്നു. ആരും കേൾക്കുന്നില്ല, ഓണം വേണ്ട രണ്ടും നടക്കുള്ളൂ. മസലെന്താ? അങ്ങനെ പഠിക്കുന്ന മസലെന്താ? തൊലാക്കാവൂലേ? തൊലാക്കാവും. അതുപോലെ എന്റെ നിലക്കിലുള്ള പേന വിളിക്കാൻ കാസർഗോഡ് യൂസുഫ് ബാക്കവെ ഞാൻ ഏൽപ്പിച്ചു എന്ന് ഞാൻ വാതിലടുത്ത് ആരും കേൾക്കാതെ പറഞ്ഞു. ഞാൻ യൂസുഫ് ബാക്കവെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വക്കാലത്താവുമല്ലേ? ആവും. വക്കാലത്ത് സമ്മതം വേണ്ട, വക്കീൽ അറിയേണ്ട ആവശ്യമില്ല, സാക്ഷിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ഈ സീറ പറഞ്ഞാൽ മതി. എന്റെ മുതൽ വിൽക്കാൻ, എന്റെ പേന വിൽക്കാൻ, എന്റെ കിതാബ് വിൽക്കാൻ, എന്റെ വാഹനം വിൽക്കാൻ എന്റെ കൂട്ടുകാരനായ കാസർഗോഡ് യൂസുഫ് ബാക്കി എന്ന ആളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് വാതിലടച്ച് കാരണം ഡോറൊക്കെ പൊക്കിയിട്ട് ആരും കേൾക്കാതെ പറഞ്ഞാലും വക്കാലത്തിന്റെ സീറയായി. അത് ഫോണായാലും പറയില്ലേ? ഒരു മിനിറ്റ്, ഫോൺ ചെയ്യുമ്പോൾ അറിയില്ലേ? ഫോൺ ചെയ്യുമ്പോൾ വാക്ക് പറയില്ലേ? ഞാൻ ഇന്ന ആളെ ഏൽപ്പിച്ചു, ഞാൻ എന്നെ ഏൽപ്പിച്ചു, ഇതിന്റെ മോനൊക്കെ ചെയ്തു ഒത്തൊക്കെയാണ്. അപ്പൊ വക്കാലത്തിന്റെ സീറയായി. വക്കാലത്തിന് സീറ നഫ്സുൽ അമറിലുണ്ടായി, വക്കാലത്തുണ്ടായി. അയാൾ വക്കീലാണ്. വക്കീലാണെന്ന് അറിഞ്ഞോ അറിയാതെ ചെയ്താലും റുക്കൂദിലെ ഇടപാടിലെ നെവറ് ഈ നഫ്സുൽ അമറാണ്. നഫ്സുൽ അമർ സമ്മതം ഉണ്ടായാൽ മതി, മുക്കല്ലഫ് പറഞ്ഞോണമെന്നില്ല. സമയമാവുകയും സമയമായെന്നറിയും വേണം നിസ്കാരത്തിന്. അതേ സ്ഥാനത്ത് എന്റെ ഉപ്പാന്റെ റാഡോ വാച്ച് ഞാൻ കൊണ്ടുപോയി വിൽക്കുകയാണ്, എനിക്കറിയാം കട്ട മുതലാണ്, കട്ട മുതൽ വിൽക്കാൻ പാടില്ല എനിക്കറിയാം. പക്ഷേ ഞാൻ മാത്രമേ എന്റെ വാപ്പാന്റെ വായസായിട്ടുള്ളൂ. അപ്പൊ വാപ്പാന്റെ വാച്ച് വിറ്റ സമയത്ത് പിന്നെ വീട്ടിൽ ചെന്ന വാപ്പ വരയ്ക്കണം. അപ്പൊ വിറ്റ വാച്ച് ആര് തന്നെയാണ്? എന്റെ തന്നെയാണ്. ഞാൻ വിൽക്കുന്ന സമയത്ത് എന്റെ ധാരണ കട്ട് കുറഞ്ഞ മുതലാണ്, വിൽക്കാൻ പാടില്ല എന്നാണ് എന്റെ ഉപ്പാന്റെയാണ്. പക്ഷെ വിറ്റ സമയത്ത് ഉപ്പ് മരിച്ചു എന്നുള്ളത് പിന്നെ അറിഞ്ഞു. എന്നാലും കട്ടവും ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇടപാടിലെ നെതറ് നഫ്സുൽ നമ്പറിലേക്കാണ്. അതുപോലെ നഫ്സുൽ നമ്പർ വക്കാലത്തും വേണം, നഫ്സുൽ നമ്പർ വക്കീലായ നിക്കാഹ് ചെയ്യും വേണം. എന്നാൽ വക്കാലത്തും ശരിയായി, നിക്കാഹും ശരിയായി.
എന്നെ ശ്രദ്ധിക്കണേ. പക്ഷെ സൗത്തിന്റെ വിഷയമല്ലല്ലോ. ഞാൻ കാറിലിരുന്ന് ഗ്ലാസ് പൊന്തിച്ച് പറഞ്ഞാണ്. കാറിലിരുന്ന് ഞാൻ തന്നെ പ്രവർത്തിച്ചിരുന്ന ആരും കാണാതെ പറഞ്ഞാണ് മുഹമ്മദിന്റെ മകൻ ജയ്ദിനെ എന്റെ മകളെ കെട്ടിക്കന്ന് ഏൽപ്പിച്ചു പറഞ്ഞാല് വക്കാലത്തായി. അത് ഫോണുണ്ടായ പുറത്ത് കേൾക്കും, ഞാൻ കേൾക്കൂല, അത്രേ ഉള്ളൂ. വക്കാലത്തിന് സ്ത്രീകളുണ്ടായി, ഞാൻ വക്കീലായി, ജയ്ദ് വക്കീലുമായി. ജയ്ദ് അറിയട്ടെ അറിയാതിരിക്കട്ടെ, വിഷയം നടത്തിയാൽ നിക്കാൽ ശരിയാവും, നഫ്സും നമ്മൾ ശരിയാവും. പക്ഷേ അറിയാത്ത വിഷയത്തിൽ ജയ്ദ് ഇടവറ്റ തെറ്റാണ്. വക്കീല് അറിയാതെ ചെയ്തില്ലേ, ഈ അറിയാതെ ചെയ്ത് തെറ്റാണ്. ഓൻ വക്കീലാണ് അറിയണം. എങ്ങനെ അറിയണം? ശറയ്യ രേഖ മുഖേന അറിയണം. ശറയ്യ രേഖ ഏതാണ്? 2 ആജിലായ സാക്ഷി വേണം. അല്ല നേരമാണ് ഏൽപ്പിക്കണം. നേരമാണ് ഏൽപ്പിച്ചാൽ പിന്നെ ആരും വേണ്ട. അല്ല ആജിലായ 2 സാക്ഷി വേണം. കത്ത് മുഖേന എഴുതി കൊടുത്തയച്ചാലും ഫോൺ മുഖേന, കത്തായവശം പറ്റി മറ്റൊന്നുമില്ല, കത്ത് മുഖേന കൊടുത്തയച്ചാലും ഫോൺ മുഖേന വിളിച്ചു പറഞ്ഞാൽ 2 കണക്ക് തന്നെയാണ്. കാരണം ശറയ്യ 2 ഉദ്യോഗത്തല്ല, വക്കീലാന്നുള്ള ഇൽമുട്ടുണ്ട്. അപ്പൊ ഇൽമ കിട്ടാതെ ചെയ്തതിന്റെ കുറ്റം ഖത്തീബിനുണ്ടാവും. പക്ഷെ നടന്ന നിക്കായ് തെറ്റല്ല, നിക്കായ് ശരിയാകും, ബന്ധം ശരിയാവും, കുത്തേണ്ട ആവശ്യമില്ല, ഫസാദായ നിക്കായല്ല എന്നർത്ഥം. അങ്ങനെ പേരില്ല, വക്കാലത്തിന് ബാധ്യതയില്ല. വക്കാലത്തിന്റെ ബാധ്യത വക്കീലും മോക്കിനും കൂടി മരുന്ന് തെളിച്ചു വിടണമെന്നോ ഈ പരിപാടി 2 സാക്ഷിയാകണമെന്നോ എന്നൊന്നുമില്ല. നിർത്തില്ല നമ്മൾ ഈ തൗക്കീലും അല്ല. കബൂൽ ഷർത്തില്ല. കബൂൽ ഷർത്തുണ്ടെങ്കിലല്ലേ ഇതിന് ആവശ്യമുള്ളൂ. കബൂൽ ഷർത്തില്ല. വക്കീല് കബിൽത്തും അക്കാലത്താ പറഞ്ഞ ആവശ്യമില്ല. അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്യണേ. ഇക്കാരുടെ മേലെ നോട്ട് ചെയ്യണ അവസാന സമയം ഉണ്ടാവും. പ്രൊസീഡിയം ഒരു പാടുണ്ട്, അവർ പറയും. ഇക്കാരിന്റെ ജവാബാണ് നമ്മൾ സമയം പോകും, ഞാൻ മാറ്റർ ചെയ്തില്ല. അപ്പോ വക്കാലത്ത് കൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ വണ്ടി ഇക്കാന് പോകാന്. അപ്പൊ ആങ്ങളെയാണ് വലിയ. പിന്നെ ബുരുകാത്ത പ്രശ്നം ഉണ്ടാവില്ല, കാരണം 18 വയസ്സാണല്ലോ. മറ്റേ ബുരുകാത്ത പ്രശ്നം വരും. ഈ എത്തിയും കല്യാണം ശരിയാവും. അതൊക്കെ പിന്നെ ആ നീല കത്താല ചെറുത് ഉറപ്പില്ലാത്തതുണ്ട്. അടിയിലെ സൈറ്റ് നല്ല മിനുസലാണ്. അതിങ്ങനെ വികസിച്ച് പൊട്ടിപ്പോ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നന്നായി ചാരി നിൽക്കരുത് ആരും. ഇപ്പൊ 2 വീണ് എന്താ കാല് ഓടിപ്പോവും. ശ്രദ്ധിക്കണം. ആക്കാ നല്ല കത്താലാണ്. അല്ലെ ചായ തറക്കിയോ പേപ്പറൊന്ന് വെക്കണം, അങ്ങനെ വലിഞ്ഞു പോകും. പിന്നെ വേറൊന്ന് ഇന്നല്ലാഹ അങ്ങനെ പറഞ്ഞു. ഉമ്മു സലമ, നിന്റെ ഭർത്താവ് മരിച്ചു, നീ ക്ഷമിക്കണം. അല്ലാഹുമ്മ ബാരിക് ലീ ഫീ മുസീബത്തി ഹാദിഹി വർസുഖ്നി ഖൈറൻ മിൻഹാ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനേ പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലീ ഫീ മുസീബത്തി ഹാദിഹി വർസുഖ്നി ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ അബൂ സലമയേക്കാൾ ഖൈറായ ഭർത്താവ് ലോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. മുത്തനബി പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അബൂ സലമയേക്കാൾ ഖൈറായ ഭർത്താവ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അബൂ സലമയെ ഖൈറ ഭർത്താവുമാരെല്ലാം ഉറപ്പിച്ച് പറഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞല്ലേ എന്ന് കരുതിയാണ് ആ ദിക്ർ ചൊല്ലി അല്ലാഹുമ്മ ബാരിക് ലീ ഫീ മുസീബത്തി ഹാദിഹി വർസുഖ്നി ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് എനിക്ക് അബൂ സലമയേക്കാൾ ഖൈറായ ഭർത്താവിനെ കിട്ടി. അതാരായിരുന്നു? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ ആ തങ്ങളെ നിക്കാഹിന് വേണ്ടി തയ്യാറായപ്പോ ഫിഖ്ഹിലെ എല്ലാ കിതാബിലുണ്ട് മകൻ വലിയല്ല. ബാപ്പ, വല്ലിപ്പ, ആങ്ങള, ഞാൻ അത്ര തൃപ്തിയില്ലേ? മകൻ വലിയല്ല. മകൻ വലിയല്ലെങ്കിൽ ഈ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഉമ്മു സലമ അവിടുത്തെ മകനോട് പറഞ്ഞു, മോനെ ജവ്വിജ് ഉമ്മക്ക, മോന്റെ പേര് ഉമറെ ജവ്വിജ് ഉമ്മക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിന്റെ ഉമ്മ നീ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഉമ്മു സലാമി പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് മകന് വിലായത്തില്ലായിരിക്കാന്നൊരു ഇഷ്കാലൻ. അതിന് ഒരുപാട് മറുപടി ഉണ്ട്. ഒരു മറുപടി, ഉമറുൽ ഫാറൂഖ് തങ്ങളായിരുന്നു അത്, മകനായ ഉമറല്ല. കാരണം മകനായ ഉമറിന് അന്ന് 3 വയസ്സേ ഉള്ളൂ. മകനായ ഉമറിന് 3 വയസ്സേ ഉള്ളൂ. ഒരിക്കലും വിലായത്തില്ല. അത് സത്യത്തിൽ ആരായിരുന്നു? ഉമറുൽ ഫാറൂഖ് തങ്ങളായിരുന്നു എന്നൊരു മറുപടി. വേറൊരു മറുപടി, ഇനി പ്രായപൂർത്തിയായ മകൻ ഉണ്ട് സങ്കല്പിച്ചാൽ തന്നെ അത് ഇബ്നു ഇബ്നുൽ അമ്മ, എളാപ്പാന്റെ മോന്റെ മോന്. ചിലപ്പോ നമ്മ ഭാര്യന്റെ മോന് ഭാര്യന്റെ എളാപ്പാന്റെ മോന്റെ മോനായിരിക്കും, അല്ലേ? മനസ്സിലാണ്ടോ? എന്റെ മൂത്താപ്പാന്റെ മോളെ ഞാൻ കെട്ടി. അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ആരാണ്? ആ കുട്ടിന്റെ ബാപ്പാന്റെ
ഞാന് പാപ്പാന്റെ പാപ്പാന്റെ അഹല്ലേ ആ പെണ്ണിന്റെ പാപ്പ, എന്റെ മൂത്താപ്പേ. അപ്പൊ അമ്മിന്റെ മോന്റെ മോനെ വേറെ വലിയൊന്നുമില്ലെങ്കിൽ അമ്മ വലിയാണ്, അമ്മ വലിയല്ലെങ്കിൽ അമ്മില്ലെങ്കിൽ അമ്മിന്റെ മോൻ വലിയാണ്, അമ്മിന്റെ മോന്റെ മോൻ വലിയ. ആ നിലയ്ക്ക് വലിയാന്നല്ല, സ്വന്തം മോൻ എന്താവില്ല, വലിയാവില്ല. സ്വന്തം മോൻ ഒരിക്കലും വലിയ ഗുണവത്ത് കൊണ്ട് വിലായത്തില്ല. ഇനി നമ്മളെ മഹലിന്റെ കാലിയാണ്, ആ കാലിയ മഹലിലാണ് ഉമ്മാന്റെ എണ്ണ കല്യാണം ശരിയായത്. ഉമ്മാന്റെ എണ്ണ കല്യാണം ശരിയായി, വേറെ വലിയൊന്നുമില്ല ഉമ്മാക്ക്. എന്നാ ഉമ്മാന്റെ വലിയ ഞാനാണ്. എന്റെ കാരണം അതിന് കൗനി ഇതിനല്ല, ഉമ്മാന്റെ മോനായതുകൊണ്ടല്ല, ഞാൻ ഈ മഹലിന്റെ കാലിയാണ്. കാലിന്റെ പരിധിയിലുള്ള പെണ്ണാണ് പെണ്ണ്, ആ പെണ്ണ് ഉമ്മയായി പോയി. അപ്പൊ ആ നിലക്കും വിലായത്തുണ്ടാവും മോനക്ക്. അല്ലാതെ മകന് വിലായത്തുള്ള വിഷയം ഒരിക്കലുമില്ല. അപ്പൊ ഈ പറഞ്ഞ ഇഷ്കാൽ ഉമ്മ സലമാൻ ഇഷ്കാൽ മറുപടി ഒന്ന് മകനല്ല, അത് ഉമർ ഫാറൂഖ് ആയിരുന്നു. ഉമർ ഫാറൂഖ് ജയപ്പൻ അമ്മന്റെ മോനാണ്, അഹായി വരും. അല്ലെങ്കിൽ ഇബിൻ അമ്മായും കൊണ്ടുള്ള മകനാണ്, പ്രായപൂർത്തിയായ മകനാണെന്ന് വെക്കും. അല്ലെങ്കിൽ മൂന്നാം ജവാബ് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ത് വിലായത്ത സമ്രാത്തൻ മൂമിനത്തൻ ഇൻ വഹബത്ത് നഫ്സഹ ലിന്നബിയ്യി ഇൻ അറാദൻ നബിയ്യു അൻ യസ്തൻകിഹഹാ ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ എന്നല്ല മസല. അപ്പൊ ഉമ്മു സലമ ബീവിയെ മുസ്ലിം കല്യാണം കഴിച്ചതിന് വിലായത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മകന് വിലായത്തെന്ന് പറയാൻ പാടില്ല. അത് ഇഷ്കാലാവണ്ട, അത് ആര് ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് ഒരിക്കലും മക്കൾക്ക് വിലായത്തില്ല. പിന്നെ അതുപോലെ പെണ്ണിന് വിലായത്തില്ല. ആണും പെണ്ണും സമല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ക്ലാസ് റൂമിലുണ്ട് എന്നാണ് പറയട്ടെ, അത് വസ്തുതല്ലേ. അത് ആയിഷാബിൻ ഇമാമത് ശരിയല്ല. ഈ കുട്ടിക്ക് ജമാഅത്ത് കിട്ടൂല, തുടരാൻ പാടില്ല. മറിച്ച് ഗുരുവാകാത്ത കുട്ടിയെ കിറാത്ത കാര്യ കുട്ടിയാണെങ്കിൽ ഫാത്തി അറിയാത്ത കുട്ടിയാണത് മുണ്ടാന്നാൽ പോലും ആണാണോ അവൻ ഇമാമാൻ പറ്റും, കുത്തുപോകാൻ പറ്റും. അത് ആണും പെണ്ണും വിശുദ്ധ ഇസ്ലാമിന് വ്യത്യാസമുണ്ട്. ഇസ്ലാമിന്റെ നിയമമാണത്. കാരണം ആണും പെണ്ണും പഠിച്ച അല്ല പറഞ്ഞാണ് അരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു. ഇൻഫാഖ് അമ്മ നടത്തുന്നത് നമുക്കത് പൊതുവെന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ആണും പെണ്ണും കണക്കല്ല, ഇത്തിഫാക്കാണ്. പോട്ടെ, ഈ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാവും, കുട്ടികളെ സ്പെഷ്യലില്ലേ, അവരൊക്കെ എന്നാ 2 കലണ്ടർ അങ്ങ് തൂങ്ങുണ്ടാവും, വലിയ കലണ്ടർ. കുട്ടികളെ ഹൈറ്റും വെയിറ്റും നോക്കുന്ന ഒരു ചാർട്ടാണത്. ഇത്ര തൂക്കുണ്ടെങ്കിൽ ഇത്ര ഉയരുണ്ടെങ്കിൽ ഇത്ര തൂക്കുണ്ടാവണം എന്ന നിയമം. ഓരോ മീറ്റർ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതിൽ ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ആൺകുട്ടിയാണ് എത്ര തൂക്കുണ്ടാവണോ, പെൺകുട്ടിയാണ് എത്ര തൂക്കുണ്ടാവണോ. ഇവിടെ ആണും പെണ്ണും വ്യത്യാസമല്ലേ? വ്യത്യാസമില്ലാതെ പിന്നെ ആ ചാർട്ട് ഒഴിവാക്കണ്ടേ? ഈ ഇന്ത്യയിൽ ലിംഗവിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ടേ? ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ഒന്ന്, രക്തം പരിശോധിക്കുന്ന വലിയ ലാഭത്തിൽ അന്വേഷിച്ചാൽ വലിയ ഫയൽ തരും. ആ ഫയലിൽ യഥാർത്ഥ ഉണ്ടാകേണ്ട നോർമൽ റിസൾട്ട് നേരത്തെ വെച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മൾ റിസൾട്ട് ഉണ്ടാവും. ആ നോർമൽ റിസൾട്ടില് അഡൽട്ട് വിവാഹിതര ആൾക്കാരെ കണക്ക്, പ്രായപൂർത്തിയ ആൾക്കാരെ കണക്ക്, പ്രായപൂർത്തിയാവാത്തവർക്ക് ഇങ്ങനെ ആണിന് ഇത്ര പെണ്ണിന് ഇത്ര, പല കൗണ്ടിലും പല അളവിലും ആണും പെണ്ണും വ്യത്യാസമുണ്ട്. രക്തത്തിന്റെ അളവിൽ ആണും പെണ്ണും വ്യത്യാസമുണ്ട്. അതുപോലെ അപകടമുണ്ടാകുന്ന സമയത്ത് പെണ്ണുങ്ങളെ വേഗം മാറ്റും. ആണുങ്ങളെ കൈകാര്യം ചെയ്യരുത്. എന്താ കാരണം? ആണും പെണ്ണും കണക്കല്ല. ആണും പെണ്ണും കണക്കാന്ന് ആരോട് പറയും? ഒരു കഴുങ്ങിൽ കയറിയിട്ട് 100ഓളം കഴുങ്ങുമ മാറി മാറി കയറുള്ളൂ അല്ലേ? ഒരു കഴുങ്ങമേ കയറുള്ളൂ. എന്നിട്ട് കഴുങ്ങമെന്ന് കഴുങ്ങമേലേക്ക് പാസ് ചെയ്ത് അടക്ക പരത്ത അവസാനം ഒരു കഴുങ്ങമെന്ന് ഇറങ്ങും. എത്ര പെണ്ണെ കിട്ടും അടക്ക ഭരിക്കാൻ? എല്ലാ കഴുങ്ങും സ്ത്രീലിംഗം വെച്ചു മാറുന്നില്ല. ഉറപ്പാണ്. ഈ പുരുഷൻ ചെയ്യുന്ന പോലെ തല മാത്രം പിടിച്ച് ഒരു കൈ കൊണ്ട് കഴിഞ്ഞ് പിടിച്ച് മറ്റേ കൈങ്ങനെ പിടിച്ചിട്ട് ഈ കാലം തളപ്പ് പോകാതെ മറ്റേ കഴിഞ്ഞ പകരണമെങ്കിൽ അത് അസാമാന്യമായ പാടാനാണ്. വളരെ ശ്രദ്ധിച്ചാൽ ആർക്ക് സാധിക്കും? പെണ്ണ് സാധിക്കുന്നൊക്കെ പേപ്പറിൽ വാർത്ത വരുന്നില്ലേ? വലിയ KSRTC വണ്ടി പെണ്ണ് വിടുന്നു. എന്റെ വാർത്തയായത് പെൺകരുത്തുകൊണ്ട് ഉണ്ടായി കിണറ്, വലിയ വാർത്ത ഉണ്ടാവും. പെൺകരുത്തുകൊണ്ടായി കിണറ്. ആണുങ്ങൾ എത്ര കിണറുണ്ട് വാർത്തയാകുന്നുണ്ടോ? ആണുങ്ങൾ 100,000 കിണർ കുത്തി വാർത്തയാകുന്നില്ല. ലക്ഷക്കണക്കിന് വിമാനങ്ങളും ഇവിടെ ഓടിക്കുന്ന ആണുങ്ങൾ വാർത്തയാകുന്നില്ല. ഒരു വിമാനത്തെ പൈലറ്റെങ്ങാനും ഒരു ഹെലികോപ്റ്റർ പൈലറ്റെങ്ങാനും ആ പെണ്ണായാൽ ഒരു പെണ്ണെങ്ങാനും കണ്ടുകുത്തിയാൽ വലിയ വാർത്തയാവും. ഏതുപോലെ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പുതിയ ഡോക്ടർ വന്നു. അയാള് പള്ളിയിലേക്ക് വാങ്ങോട്ടെന്ന് വന്നു. എടാ നമ്മുടെ ഡോക്ടർ നിശ്ചയിക്കുന്നിട്ടോ, അത് വലിയ വാർത്തയാവും. ഇത് കാരണം സാധാരണ നിശ്ചയിക്കാറില്ല. വില്ലേജ് ഓഫീസർ പുതിയ ഓഫീസറുണ്ടല്ല, പള്ളിക്ക് വരുന്നുണ്ട്, നല്ല മനുഷ്യനാ. ഇത് കാരണം സാധാരണ നിശ്ചയിക്കാറില്ല വില്ലേജ് ഓഫീസർമാര്. അദ്ദേഹം നമ്മുടെ മുഖ്യസ്ഥായില്ലേ നിശ്ചയിക്കുന്നുണ്ട് പറയോ? നമ്മൾ സദൃശ നിശ്ചയിക്കുന്നതാ പറയോ? കാരണം ഒരു നിസ്കാരം ഒഴിവാക്കണ ഇത്
അപ്പൊ അപൂർവമാണ് അതൊക്കെ. ആ പറച്ചെന്ന് ഉറപ്പാണ് വിവേചനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആണെന്നൊന്നും കണക്കല്ല. സ്വത്തിന് വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. സ്വത്തിൽ പകുതി മാത്രമേ പെണ്ണിനുണ്ടാവുള്ളൂ. അതിനാരും വിഷമിച്ചിട്ട് കാര്യമില്ല. മകളെ കുട്ടിക്ക് സ്വത്തില്ല, മകന്റെ കുട്ടിക്ക് സ്വത്തുണ്ടാവും. അതൊക്കെ ഭയങ്കര ഇതേതല്ലേ എന്ന് പറയുമ്പോ രണ്ടുപേരുമാരെ നമ്മുടെ മറുപടി കണ്ടെത്തണം. എല്ലാ കുട്ടികളും ഒരാണിന് പെണ്ണ് മക്കളാണ് അല്ലേ? എനിക്ക് എന്റെ ഉമ്മാന്റെ സ്വത്ത്, ഉമ്മാന്റെ ഉപ്പ വല്യപ്പാന്റെ സ്വത്ത് എനിക്കുണ്ടാവില്ല, കാരണം മകളെ മോനാ ഞാൻ. പക്ഷെ ഞാൻ വേറെ മകന്റെ മോനല്ലേ? എല്ലാ കുട്ടികളും അങ്ങനല്ലേ? ഒരു കുട്ടി മോന്റെ മോനാണെങ്കിൽ അവൻ തന്നെ വേറെ മോളെ മോനായിരിക്കും. അപ്പൊ മകളെ മകനില്ല, മകന്റെ മകനുണ്ട്. മകളെ മകൻ ആണില്ലാത്തത്, മകന്റെ മകനുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ജിഹത്തിൽ ഇല്ലാത്തവരാണ്, ഒരു ജിഹത്തിലുള്ളവരാണ്. നമ്മൊക്കെ ഒരു ജിഹത്ത് സ്വത്തുണ്ട്, ഒരു ജിഹത്ത് സ്വത്തില്ല. പിന്നെ ആദ്യം മരിക്കുന്നതാരാ? ആ അള്ളാഹു തീരുമാനിക്കണം. ആദ്യം ഞാനാ മരിച്ചത്, എല്ലാ സ്വത്തിന്റെ പാക്കുമ്പോ പോകും. ആദ്യം അമ്മ മരിച്ചാൽ ഒരു സമ്മ കിട്ടും. അത് നമ്മളൊന്നും കാട്ടുകാരില്ല. ദുനിയാവ് അങ്ങനെ വരുന്നില്ല. വല്യപ്പരിക്ക മകൻ മരിച്ചാൽ ആ വല്യപ്പാന്റെ സ്വത്തില് ഈ മരിച്ച കുട്ടിന്റെ ആൾക്കാർക്ക് സ്വത്തുണ്ടാവില്ല. പക്ഷേ വസിയത്ത് കൊണ്ടോ അത് നേരത്തെ തന്നെയോ ഈ മയ്യിത്തായ ആളുടെ എത്തിയമായ കുട്ടികൾക്ക് ഈ വല്യപ്പ സ്വത്ത് കൊടുക്കാലോ. അതിനൊക്കെ പരിഹാരമുണ്ട്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തില്, അത് അനന്തരമായ ശാസ്ത്രത്തിൽ യാതൊരു അനിഷ്ടവും അശാസ്ത്രവും ഇല്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ ജ്യേഷ്ഠന് അനുജനുണ്ട്, ജ്യേഷ്ഠൻ മരിച്ചു, പിന്നെ വാപ്പ മരിച്ചത്. ജ്യേഷ്ഠ കുറ്റ വളരെ എത്തിയമാണ്, അനുജൻ വലിയ പണക്കാരനാണ്. ഈ വാപ്പാനത്ത് ഫുള്ള് അനുജൻ കൊണ്ടേ ജ്യേഷ്ഠന്റെ എത്തിയമായ മക്കൾക്ക് കുറ്റില്ല. ശരിയാണ്. അതാര് നോക്കേണ്ടതാണ്? ഈ അനുജൻ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ മരിച്ചാന്റെ പേരക്കുട്ടിയെ ഒത്തുണ്ടാണ്, വല്യപ്പ നേരത്തെ നോക്കേണ്ടതാണ്. ഈ കുട്ടിന്റെ വാപ്പ മരിച്ചാൽ ഒരു സങ്കടമല്ലേ? അപ്പൊ സ്വത്തില് മരണത്തിന്റെ തക്കത്തുമനുസരിച്ച് സ്വത്തുണ്ടാവും. ഒരു വാഹനാപകടം ഉണ്ടായി. വാഹനാപകടം ഉണ്ടായപ്പോൾ വാപ്പ ആദ്യം മരിച്ചു, അരമണിക്കൂറിന് മോൻ മരിച്ചു. എന്നാൽ ആ വാപ്പാന്റെ സ്വത്തിന് മോൻ അവകാശം ഉണ്ടാവും. ആദ്യം മകൻ മരിച്ചു, അരമണിക്കൂർ കഴിഞ്ഞ പാടെ ഉപ്പ മരിച്ചാൽ ഈ വാപ്പാക്ക് മകന്റെ സ്വത്ത് അങ്ങോട്ട് അവകാശം ഉണ്ടാവും. അങ്ങനെ മരണത്തിന്റെ തക്കത്തുമനുസരിച്ച് അവകാശം മാറി മാറി വരും. അത് നമ്മുടെ ക്രിസ്ത്യാറുള്ള കുതിർത്ത് പെട്ടതല്ല. പിന്നെ സാധുക്കളെ ആളുകൾ സഹായിക്കേണ്ടതും പിന്നെ നോക്കേണ്ടതും ഈ നാട്ടിലെ മറ്റുള്ള മയാസീർ മുസ്ലിമീൻ എന്ന ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ നാട്ടില്. ആരാ? അതിന്റെ വിഷയം എന്താ ഞാൻ പറഞ്ഞു പോകുന്നത്? ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ വരുമാനമുള്ള ആൾക്കാർ, ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ തനിക്കും തന്റെ ആശ്രിത വത്സരക്കും ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മുഴുവനും അകനെയാണ്. ആ വനിയുടെ ചുമതലയാണ് അദ്ദേഹത്തിന് നാട്ടിലെ വീടില്ലാത്ത ആൾക്ക് വീട് കൊടുക്കല്, കെട്ടിക്കാത്ത മക്കളെ കെട്ടിക്കല്, സുന്നത്ത് കഴിക്കാൻ കാശില്ലാത്ത സുന്നത്ത് കഴിക്കല്, അതുപോലെ ചികിത്സിക്കാൻ ഗതിയില്ലാത്ത ആൾ ചികിത്സിക്കല്, പഠിക്കാൻ നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ള ആൾ പഠിപ്പിക്കല്, ജോലി കൊടുക്കാൻ ആവശ്യമുള്ള ആൾ ജോലി കൊടുക്കല് ഫർദ് കിഫായയാണ്. അത് ചെയ്യ ബാധ്യതയാണ്. അപ്പോൾ ആരെല്ലാം വീടില്ലാത്തവരുണ്ടോ, ആരെല്ലാം സുന്നത്ത് കഴിക്കാത്തവരുണ്ടോ, ആരെല്ലാം കെട്ടിക്കാത്തവരുണ്ടോ, ആരെല്ലാം പഠിക്കാത്തവരുണ്ടോ, ആരെല്ലാം ചികിത്സിക്കാത്തവരുണ്ടോ, ആ നാട്ടിലെ മയാസീറുള്ള മുസ്ലിമീങ്ങളായ അകനിയായ മുഴുവനും കുറ്റക്കാരാവും. അവരെ ഔദാര്യമല്ല, അവർ അവകാശമാണ്. ഈ പാവങ്ങൾ അവകാശമാണ്, ഹക്കാണ്. സക്കാത്ത് കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ട ഒരു ഹക്കാണ്. സക്കാത്ത് ഫർദ് അയിനാണ്, ഇത് ഫർദ് കിഫായാണ്. ആരെങ്കിലും കൊടുത്താൽ നമ്മൾ ഒഴിവായി, ആരും കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഈ വസ്തുതയും നമ്മുടെ മഹല്ലത്തിന് കീഴിലുള്ള എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കണം. അപ്പോഴാണ് ഈ ഇത്തരം സാമ്പത്തികമായ വിഷയങ്ങളെ അസ്വസ്ഥത ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ല വസ്തുത, നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വിലായത്തിന്റെ അധികാരം പെണ്ണിനില്ല എന്ന് പറഞ്ഞത്. എത്ര പെണ്ണാവുള്ളത്? നിങ്ങളെ ആണും പെണ്ണും സമമാണെന്ന് പറഞ്ഞ ആൾക്കാർ മന്ത്രിസഭല്ലേ? എത്ര മന്ത്രിയുണ്ട്? ആരെ പോയിട്ട് പൂറയില്, അവരെ സെക്രട്ടേറിയറ്റില് എത്ര? എനിക്ക് പ്ലസ്ടുവിന് താഴെ വിദ്യാഭ്യാസ പെണ്ണ് മതിയോ? പ്ലസ്ടുവിന് താഴെ വിദ്യാഭ്യാസ പെണ്ണ് മതി, അപ്പുറം വേണ്ട. പരമാവധി പോയാൽ പ്ലസ്ടു. അതെന്തേ? എനിക്കറിയാം. മൂപ്പര് അറിയാമോ? ഒരു പെണ്ണ് MBBS ആയാലും എങ്ങനെ എനിക്കറിയാം. ആ പെണ്ണ് സയ്യീബാണോ വിക്രം എനിക്കറിയാം ചുരുക്കത്തില്. അപ്പൊ ഈ വിദ്യാഭ്യാസമുള്ള ആള് പറയാം എനിക്ക് വിദ്യാഭ്യാസത്തിൽ ഒന്നും വേണ്ട. പിന്നെ അതൊക്കെ വളരെ അപൂർവമായി ധാർമ്മിക ഡ്യൂട്ടിയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. ചുരുക്കത്തില് ആണും പെണ്ണും ഒന്നുകൊണ്ട് നിക്കാഹിനെ ഏൽപ്പിക്കണം. ഈ മാൻ എന്ന ഇബാറത്തിന് ജമീഅൻ എന്നാണ് സത്യത്തിൽ അർത്ഥം. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെറുത്തോല ഉസ്താദ്, കുത്തുബി ഉസ്താദ് എല്ലാം ആ മാന്റെ അർത്ഥം ഒപ്പം മുസാഹിബൻ മാഹു എന്ന അർത്ഥം വെച്ചിട്ട് ഒരേ സമയത്ത് ചെയ്യാറുണ്ട്. ഫിഖ്ഹിലെ ഇബാറത്തനുസരിച്ച് നോക്കുമ്പോ വൈദാ ഹക്കമത്തിൽ മർഅതു മാ ഖാതിബിഹാ റജുലൻ,
ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ട് ഒരാളെ ഏൽപ്പിച്ചു. ബഈദൻ അൻ മഹല്ലിഹ, അങ്ങ് അകലെയുള്ള ഒരു പുരുഷന്. കാനത്തിൽ യമൻ, പെണ്ണ് യമനിലാണ്. മുഹക്കം മക്ക, മുഹക്കമായ ആള് മക്കത്താണ്. യമനിലുള്ള പെണ്ണ് മക്കത്തുള്ള പുരുഷനെ തഹക്കീമാക്കിയാൽ ജാഗ, ആ തഹക്കീന് ശരിയാണെന്ന് ഫിഖ്ഹിന്റെ ഇബാറത്തിൽ കാണാം. നിങ്ങൾക്ക് തന്നെ നേട്ടങ്ങളുണ്ടാവും, എഴുതിയിട്ടുണ്ട. ഇതാണ് ഫിഖ്ഹിന്റെ നിയമം. അതുപോലെ മഹല്ല് വിലായത്ത് എന്ന് പറയുന്നത് കാദിക്കുള്ളതാണ്, മുഹക്കമ കാദിയല്ല. മുഹക്കമ കാദിയല്ല. ഈ ആണും പെണ്ണും ചേർന്നുകൊണ്ട് തഹക്കീമാക്കിയാൽ അവിടെ പ്രധാനമായി വേണ്ടത് വിവാഹമാ, ഈ ആണിന്റെ പെണ്ണ് തൃപ്തിയാണ്. വൈദാ ബുജിത, ഈ ആണിന്റെ പെണ്ണ് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹക്കമഹാ മുത്തലക്കൽ, ഈ മഹക്കമിന് അവളെ കെട്ടിച്ചു കൊടുക്കാം. അവിടെയും ഇതേപോലെ ആ മഹലിൽ തന്നെ ആവണം, ആ സ്ഥലത്ത് തന്നെ ആവണം, ആ പന്തലിനാവണം എന്നില്ല. ശരീഅത്തിന്റെ ലാഹിറായ വിഭാഗത്തനുസരിച്ച് ആണും പെണ്ണും വേണം, ഒരു വിട്ടുവീഴ്ചയില്ല. ആണും പെണ്ണും വേണം. ആണും പെണ്ണും ഏൽപ്പിക്കണം. ഈ മഹക്കമ അതിരുവാകണം. അതേ മഹലിൽ തന്നെ ആവണമെന്നും ആണും പെണ്ണും ചേർന്നുകൊണ്ടാകണമെന്നും ഇബാറത്ത് സഹായിക്കുന്നില്ല. ഫിഖ്ഹിലെ മഅൻ എന്ന ഇബാറത്തിന്റെ അർത്ഥം ജമീഅൻ എന്നാണെന്ന് നന്നായി കൊടുത്ത ഫുഖഹാ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. മഹാനായ മയ്യൂസുന്ന പൊന്മള ഉസ്താദ് കൂരിയാട് ദർസ് നടത്തുമ്പോ ഒന്നാം കൊല്ലം കൂരിയാട് മുദ്രിസായിരുന്നു. ഒന്നാം കൊല്ലം ഈ ബാബ് ദർസ് നടത്താൻ. ഈ ബാബ് ദർസ് നടത്തുമ്പോൾ ഒരു വിദേശിയായ സഹോദരൻ പുറത്തെ പള്ളി സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, തഹയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. മൂപ്പർ നിസ്കരിച്ച് പോയിട്ടില്ല. മൂപ്പർ ഫുള്ള് സെബക്ക് കട്ട് കേട്ടുക, ഫുള്ള് കേട്ടുക. സെബക്ക് കഴിഞ്ഞതിനകത്ത് ഉസ്താദ് റൂമ് പോയപ്പോൾ മൂപ്പർ റൂമുക്ക് ഒന്ന് സലാം പറഞ്ഞു, പരിചയപ്പെട്ട്. പിന്നെ സെബക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടാണ്, നമ്മുടെ ആയത്താണ്. പക്ഷെ ഈ തഹക്കീമാക്കുമ്പോ ആണും പൊണ്ണും ഒപ്പം വേണ്ട എന്ന് പറഞ്ഞത് മക്കൾ അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് തുറന്നിട്ട് ബെൽറ്റിന്ന് ഒരു കടലാസിലെ ഇബാർത്ത് കാണിച്ചു കൊടുക്കും. ആണും പൊണ്ണും ഒപ്പം വേണം, ഒപ്പം വേണം. ഉസ്താദ് പറഞ്ഞ എന്റെ ഉസ്താദ് എന്നോട് ഒപ്പം വേണ്ട പറഞ്ഞിട്ടുണ്ടാവും, ഓർമ്മ വെച്ചാൽ ഞാൻ പറഞ്ഞതിനാ ഉസ്താദ് സെബക്ക് പറഞ്ഞത്. ഈ സുന്നത്തിക്കരിക്കാൻ നന്നായി വിദേശിയായ മുസാഫിർ അയാളെ ബെൽറ്റിന്റെ ഉള്ളിൽ നിന്ന് കല്ലാസ് എടുത്തിട്ട് ഇത് അങ്ങനെ മസലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ ശേഷം അങ്ങനെ പറഞ്ഞു, ഒപ്പം വേണമെന്ന് പറഞ്ഞു. ആ വിഷയം പഠിക്കാൻ തീരുമാനിച്ചു. ഹിബത്തുല്ലാ തങ്ങൾ ദാവക്കാർ അല്ലാഹു ദർജയ്ക്ക് കൊടുക്കട്ടെ. അവിടെ വന്ന സമയത്ത് ഇത് പറഞ്ഞു, ഇങ്ങനെ തഹക്കീമാക്കുമ്പോൾ ആണും തോന്നുന്നു ഒപ്പം വേണമെന്നുണ്ടോ? ഒപ്പം വേണ്ടാറും തങ്ങള്. അപ്പൊ അങ്ങനെ ഇബാർത്തുണ്ടല്ലോ പറഞ്ഞു. ആ ഇബാർത്ത് നടക്കുന്നതല്ല തങ്ങൾ വേഗം പറയുമല്ലോ. ഇതിന്റെ ഫത്വനെടുക്കുക, ഫത്വനെടുത്തിട്ട് മറിച്ചു നോക്കിയപ്പോ അവിടെ ദേവ എഴുതി കൊടുത്തു. മാൻ എന്നറിഞ്ഞാൽ ജമീൻ എന്നെ അർത്ഥമുള്ളൂ. കൈക്കോട്ട് കടവിലുള്ള ഒരു കുത്തുബാനയിൽ നിന്ന് എഴുതി കൊടുത്താൽ കൈക്കോട്ട് കടവ് നമ്മൾ എം എസ് സ്ഥാന്റെ ആ മഹല്ലാണ്. ഉസ്താദ് എം എസ് സ്ഥാനം കാണാൻ വേണ്ടി പോയപ്പോ അവിടെ ചെന്ന്, നമുക്കത് പരിചയമല്ലോ ഉസ്താദ്മാർ അങ്ങനെ, അവിടെ ചെന്ന് കൈക്കോട്ട് കടവിൽ ചെന്ന് ഇവിടെ കുത്തുബാന വെച്ചു. കുത്തുബാന കാണിച്ചുള്ള കിതാബില്ല, ഒന്നും നോക്കാൻ ആദരില്ലാതെ ഒക്കെ നാശമായിട്ടിരിക്കുന്നു. എം എസ് സ്ഥാൻ പറഞ്ഞു നമ്മളെ കയ്യിലല്ല, പോയി നോക്കി കിട്ടേ കിട്ടും എന്ന് പറഞ്ഞു. അവിടെ മുദരിസ് ഉണ്ടായിരുന്നു, മുദരിസ് പറഞ്ഞിട്ട് കിതാബൊക്കെ കൈമാസം വന്ന് പോയിട്ടുണ്ട്, ഒന്നുമില്ല. ഏതായിരുന്നാലും ഈ ഫിഖ്ഹിന്റെ ഇബാറത്ത് അനുസരിച്ച് ഹിബത്തുല്ലാ എന്ന് പറഞ്ഞാൽ ജമീൻ എന്നേ അർത്ഥമുള്ളൂ, ഒപ്പം വേണമെന്നില്ല. അതുപോലെ വിലായത്തിന്റെ മഹല്, ആ വീട്, ആ പന്തല്, ആ ടേബിള് അവിടെ തന്നെ വേണമെന്നില്ല. കാരണം ഇത് കലായല്ല, കലായിന്റെ ബാബിലുണ്ട്. കലായിന്റെ ബാബിൽ ഒരാളെ ഏൽപ്പിച്ചു, ഞാനും തങ്ങൾ തമ്മിൽ തർക്കം തീർക്കാൻ വേണ്ടിയുള്ള കാദിയാക്കി. കാദിയാക്കിയാൽ ആ ഞങ്ങൾ ആ ഏൽപ്പിച്ച മഹലിനെ വിധിക്കണം. അതാണ് കാദിൽ മജ്ലിസ്. കാദിൽ മജ്ലിസ് എന്ന് പറയുക. അപ്പോൾ വിലായത്തിന്റെ മഹല് ആ മജ്ലിസാണ്. ആ മജ്ലിസ് പിരിയും മുമ്പ് തന്നെ ഉപ്പ് നടത്തണം. അത് ഖലാവിന്റെ ബാബിൽ പറഞ്ഞത് കാദിൽ മജ്ലിസിനെ പറ്റിയാണ്. മുഹക്കമ കാദിൽ മജ്ലിസ് അല്ല. മുഹക്കമിന്റെ മാനദണ്ഡം റിളയാണ്. വൈദാ ബുജിദ റിളാഹുമാ, സൗജയിൽ ഇതുണ്ടായി കഴിഞ്ഞാൽ ഫഹൈസുമാ ബുജിദ സവ്വജഹ, ഈ മുഹക്കമിന് എന്ത് ചെയ്യണം? കെട്ടിച്ചു കൊടുക്കുക. അതാണ് ഫിഖ്ഹിന്റെ പാർട്ടി ഇത് തന്നെ മാറ്റുന്നതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളങ്ങ് ടാക്സി മാറ്റി. ടാക്സി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് വീണ്ടും ആളെ ഏൽപ്പിക്കണം, ഈ മുഹക്കമിന് സമ്മതം കൊടുക്കണം. അതാരും ശ്രദ്ധിക്കാറില്ല. ഒരു പെണ്ണാണ് വന്ന് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ നിക്കാഹ് ചെയ്യാന് ഞാനും ഇയാളും കൂടെ ഏൽപ്പിച്ചോ, ഏൽപ്പിച്ചോ, നീ ഏൽപ്പിച്ചു, നീ ഏൽപ്പിച്ചോ, നീ ഏൽപ്പിച്ചു, ആ ടാക്കിന് ശരിയായി, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മുഹക്കമായി ഞങ്ങൾ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പറ്റില്ല. ഈ വീട് ചോദിക്കണം, അപ്പൊ എന്നെ കെട്ടിക്കാൻ എനിക്ക് സമ്മതല്ലേ? ആ സമ്മതമാണ്. ഈ സമ്മതം നമ്മൾ ചോദിക്കണം. കാരണം എന്താ അറിയോ? ഈ മുഹക്കമായ അതിൽ ഇപ്പോഴേ വലിയായിട്ടുള്ളൂ. ഹക്കീം നടന്നതിന് ശേഷം വലിയായിട്ടുള്ളൂ. ഒരു ബാപ്പ മരിച്ച കുട്ടിന്റെ അഹ് വലിയാണ്, അഹ് വലിയാണ്. പക്ഷെ കെട്ടിക്കണമെങ്കിലോ സമ്മതം വേണ്ടേ? ബാപ്പാക്കനെ അണ്ണാൻ കഴിഞ്ഞാൽ സമ്മതം വേണ്ടേ? വലിയ ബാപ്പ തന്നെയാണ്. വിലായത്ത് ബാപ്പാക്കുണ്ടെങ്കിലും കെട്ടിക്കണമെങ്കിൽ ഈ സയ്യിബായ പെണ്ണ് സമ്മതം കൊടുക്കണം.
അതുപോലെ ഞാനുമായി ഒരു ബന്ധമില്ലാത്ത അജ്നബിയത്തായ പെണ്ണ്, ആ പെണ്ണും ഓളെ ഭർത്താവും കൂടി ഒന്ന് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ മുഹക്കമായി, ഞാൻ വലിയായി. ഈ വലിയായി ഞാൻ കെട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സമ്മതം ചോദിക്കണം. ഇത് ആരും ചെയ്യാറില്ല. കാരണം ഏൽപ്പിച്ചിൽ ഒരു സമ്മതം തന്നില്ലേ ഇങ്ങനെന്താ ചോദിക്കണതെന്നാണ്. അതാരും ശ്രദ്ധിക്കൂല. അപ്പൊ തഹക്കീമാക്കിന് ശേഷം ഈ മുഹക്കമ് ഈ പെണ്ണിനോട് സമ്മതം ചോദിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ കെട്ടിക്കണം. ഇത് നമ്മൾ അസദ്യ എന്ന് പോകുന്ന സംഭവമാണ്. അതുപോലെ ബാധിക്കും. കാരണം വരികയല്ല നിൽക്കാനല്ലേ പാസാ നിൽക്കാൻ. പക്ഷെ പാസാ നിൽക്കാണ്ടും ഹീനാവൂല. നിൽക്കാൻ അറിഞ്ഞ ഉടനെ പുതുക്കണം. അതുപോലെ ആങ്ങളമാര് ഏൽപ്പിക്കും നമ്മളെ നിക്കാഹിന് പോകുമ്പോഴേ. ആങ്ങളമാര്, അതുപോലെ എളാപ്പമാര്, മൂത്താർമാര് യഥാർത്ഥ വലിയായിരിക്കും. ആ വലിയ നമ്മൾ ഏൽപ്പിക്കും. ഈ ഏൽപ്പിക്കുന്ന വലിയും സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കും മുമ്പ് ഏൽപ്പിച്ചാൽ വെക്കാതെ ശരിയല്ല. എന്റെ പെങ്ങൾ ഞാൻ കെട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്തു പോവാണ്, വിദ്യാർത്ഥിന് പോവാണ്, അവിടെ എനിക്ക് ലീവില്ല. അപ്പൊ ഞാൻ വേറെ ഏൽപ്പിച്ചു. ഈ കെട്ടിച്ചല്ല പെങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. ഈ ഏൽപ്പിക്കൽ ശരിയാണെങ്കിൽ ആദ്യം എന്റെ പെങ്ങൾ എന്നോട് പറയണം. അപ്പോഴേ ഞാൻ വലുതാവുള്ളൂ. ഞാൻ വലുതാകും മുമ്പ് ഏൽപ്പിച്ചാൽ ആ വക്കാൽ ശരിയാവില്ല. ആ വക്കീൽ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാവുന്ന സംഗതിയാണ്. ആ വക്കീലാകുന്ന ആള് വക്കീൽ ഏൽപ്പിക്കും മുമ്പ് വലുതാകണം. മുജിബിറായ വാപ്പയാണ് ഒരു മുസ്ലിം ഇറക്കരസ്ഥ പറഞ്ഞത്. മുജിബിറായ വലുതായ അൽഹംദുലില്ലാഹ് കേസിലായി. മുജിബ് ഒന്നും വേണ്ട, ഈ ഇതിനുണ്ടായാൽ മതി. കയ്യിലാക്കിയല്ലോ. ആ ദൗദിനെ കെട്ടിക്കാനേ എനിക്ക് അധികാരമുള്ളൂ. മാറ്റമല്ലേ? ആങ്ങളെ എങ്ങനെ സമ്മതം കൊടുത്തത്? ആങ്ങളെ പെങ്ങളെങ്ങനെ സമ്മതം കൊടുത്തത്? എന്നെ കെട്ടിക്കാൻ എന്റെ ആങ്ങളെയായി നിങ്ങൾ ഞാൻ എത്തിച്ചു. സമ്മതം എന്ന് പറഞ്ഞാൽ മുത്തലക്ക സമ്മതമാണ്. ഏത് ആൾ കെട്ടിക്കാം. ആ വലിയ അഹാണ് ഏൽപ്പിക്കുന്നത് വക്കീലിനും ആർക്ക് കെട്ടിക്കാം. അല്ല മുഹമ്മദിന്റെ മകൻ അഹമ്മദിനെ കെട്ടിക്കാൻ ഞാൻ സമ്മതിച്ചു പറഞ്ഞാൽ ആ ദൗദ് കെട്ടിക്കാനേ എനിക്ക് വിരായത്തുള്ളൂ. അപ്പൊ അത് ഏൽപ്പിക്കാൻ എനിക്ക് വിരായത്തുണ്ടാവുള്ളൂ. ചുരുക്കത്തിൽ വലിയായ ശേഷമേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പന ശരിയാവില്ല. അത് നാടമകൻ മനസ്സിലാവും കേട്ടോ. ആണും പൊന്നും പറഞ്ഞ് ഏൽപ്പിച്ച് മഹക്കമാക്കി ഇനി ചോദ്യം ഉണ്ടാവും. മറ്റും പറയും നഫ്സുൽ നമ്മണ്ടായ പോരെ, നഫ്സുൽ നമ്മ വേണ്ടേ? ഒന്നും ചർച്ചണ്ടായിട്ടില്ലല്ലോ. നഫ്സുൽ വേണ്ടേ? വേണം. അതുകൊണ്ട് നമ്മള് ചോദിക്കണം. സമ്മതല്ലേ? ചോദിച്ചില്ലേ എന്ന് ഉറപ്പുവരുത്തണം. അല്ല പെണ്ണ് നമ്പർ വാങ്ങി നമ്മൾ വിളിക്കണം. അതിന് മാത്രം പിന്നെ ആ നമ്മൾ ഒഴിവാക്കും വേണം. എന്നാ പിന്നെ വേറെ ബുദ്ധിമുട്ടോ? ഖാദി ഉണ്ടായാലും മഹക്കമാക്കുന്ന മസാലുണ്ട്. ഖാദി ഉണ്ടായാലും തഹക്കീമാക്കുന്ന മസാലുണ്ട്. ഏതാണ്? ഖാദിയേര് കൈക്കൂലി വാങ്ങും. ഖാദിയേര് പൈസ ഇല്ലാതെ നിക്കാഹ് ചെയ്യൂല. ഇല്ലാബി ദറാഹിമ ലഹാ വഖുഉൻ. അല്പം നിലവാരമുള്ള പൈസ വാങ്ങിയിട്ടേ ഖാദിയേര് നിക്കാഹ് ചെയ്യുള്ളൂ. എന്നാ പിന്നെ ആ കാലിന്റെ കാല് പിടിക്കണ്ട. അതിലായ ഒരാളെ ഏൽപ്പിക്കാം. ഇന്നത്തെ കാലത്ത് ഇത് മുമ്പ് മഞ്ചേരി എഴുതിച്ച് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് കാശ് വാങ്ങാത്ത ആൾക്കാരില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഖത്തീബിന്റെ കാശല്ലത്. ഇന്നത്തെ ഖത്തീബ് കാലിയല്ല. എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ കാശ് വാങ്ങാൻ പാടുണ്ടോ? ഞാനാ വലിയ. എന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ കാശ് വാങ്ങുമോ? എന്റെ പെങ്ങളെ കെട്ടിക്കാൻ ഞാൻ കാശ് വാങ്ങുമോ? അതുപോലെ എന്റെ വിലായത്തിന് പരിചയപ്പെട്ട പെണ്ണെ കെട്ടിക്കാൻ ഞാൻ കാശ് വാങ്ങാൻ പാടില്ല. കാരണം ഞാൻ വലിയല്ലേ. നമ്മളിന്ന് കെട്ടിക്കുന്ന ആരേന്? നമ്മൾ ഖത്തീബന്മാരില്ലേ? നമ്മൾ കെട്ടിക്കുന്ന ആരേന്? സബ്ബത്തുക്കാവ് അങ്കായത്തുക്കാന്ന് പറയാൻ അറിയാത്ത ജാഹില്. ആര്? വലിയ. കബിൽത്തുമിങ്ക നിക്കാഹ എന്ന് പറയാൻ അറിയാത്ത വലിയ സൗജും. പച്ച രണ്ട് ജാഹിര്യങ്ങൾ. ഓന് പെണ്ണെട്ടണം. പെണ്ണെട്ടാൻ വേണ്ടി നമ്മൾ 12 മണിക്ക് പോയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ കോട്ടായിട്ട് ഇരുന്ന് 2:30 മണി 3 മണിക്ക് വരിക. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാ ശരിയും പറഞ്ഞു കൊടുത്തിട്ട് സബ്ബത്തുക്ക ശരിയാവില്ല. സബ്ബത്തുക്ക അത് പറഞ്ഞ് 2ാമത്തെ വീണ്ടും പറഞ്ഞ് ശരിയാക്കി ഉറക്കപ്പറി. ചങ്ങായി സാഹിദ് കേൾക്കണം. 2 സാഹിദ് ഉണ്ട് ഉറക്കപ്പറി എന്ന് പറഞ്ഞ് എനിക്കല്ല ഇല്ലാക്കാണ് നമ്മ കെട്ടിച്ച സാധാരണ അല്ലേ. എല്ലാ ഔലിയാക്കളും നമ്മ കെട്ടിത്തരാ. ഖത്തീബിനെ കെട്ടിത്തരാ. സബ്ബത്തുക്കാറ് എനിക്കല്ല അങ്ങോട്ട് പറയും. ഇതൊക്കെ സാധു മറക്കാണ്. എന്താ പെണ്ണിന്റെ പേര്? പെണ്ണിന്റെ പേര് അവ്വാവുമ്മ. ഉറപ്പിച്ചോ അവന്റെ അമ്മന്റെ പേരാവും, കുട്ടമ്മന്റെ പേരാവും. ഈ ദൗത്യത്തിന്റെ പേര് വരെ പറയാൻ അറിയില്ല. അത്രമാത്രം ഒരു പരിതാപകരമായ അവസ്ഥയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വിഷയത്തിൽ ഉറക്കു വെച്ചിരുന്ന് ഈ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എത്ര കിട്ടുന്നത്? 50 റുപ്യ, 100 റുപ്യ, 150 റുപ്യ
പരമാവധി വന്ന 500 രൂപ. അതിലടക്കലുണ്ടോ? ഉണ്ടാവില്ല. ഇതിനെ പറ്റിയേ സത്യം കാശ് വാങ്ങുന്നുണ്ട്, കാശ് വാങ്ങണ്ട എന്ന കമ്മാർത്തനാണ്. കാരണം ഇപ്പോ ഒരു ഗ്ലാസ് വെള്ളം വന്നിട്ട് കിട്ടും 500 രൂപ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ സവാബ് ഉദ്ദേശിച്ചിട്ടോ ഈ അല്ലെ മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ഇതിന്റെ കൂലി ആരാ തരണ്ടേ? അരക്കാട് അള്ളന്നെ തരണ്ടേ? 12 മണി മുതൽ 3 മണി വരെ ഇരുന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഈജാബിന്റെ സീറയും കബൂലിന്റെ സീറയും പറഞ്ഞു കൊടുക്കാൻ അറിയാതെ ചെല്ലാൻ അറിയാത്ത ആളെ പരിപാടിക്കേണ്ടി നമ്മൾ ഓന്റെ ജഹാരത്ത് സഹിക്കാണ്. അതിന് കാശ് വേണമെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കാൻ പാടില്ല. അതേ സ്ഥാനം യഥാർത്ഥ കാവി അവന്റെ വിനായത്തിന്റെ പരിധി പെട്ടൊരു പെണ്ണെ കെട്ടിക്കാൻ ഒരു പൈസ വാങ്ങാൻ പാടില്ല. അങ്ങനെ വാങ്ങാൻ ചോദിച്ചാൽ ഓന് വിരായത്ത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, ടാക്സിമാക്കാൻ വേണ്ടി കൊടുക്കാം. ടാക്സിമാക്കിയിട്ട് അതിനെ ഏൽപ്പിക്കാം. ആ മസല തമാശ പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അതി എത്രയും കൊടുക്കാലോ. ചില ആൾക്കാർ ഓടി വണ്ടി അതി കൊടുക്കും. ആയിക്കോളെ നിങ്ങള് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാണ്. ബാക്കി മാറ്ററുണ്ട്. നമ്മുടെ വിഷയം തൗലിയത്തും തഹക്കീമുമാണ് അല്ലേ? തൗലിയത്ത്, തഹക്കീമ്, തഫ്വീദ് ഇത് 3 ഒന്നാണ്. തഫ്വീദ് എന്ന് പറഞ്ഞാലും തഫ്വീദ് ബാധുണ്ട്, തഹക്കീം എന്ന് പറഞ്ഞാലും തൗലിയത്ത് പറഞ്ഞാലും ഒന്നാണ്. തഹക്കീമിന്റെ തൈര് പറയുമ്പോൾ തന്നെ അൻ തുവല്ലിയ റജുലൻ അജലൻ എന്ന ഇബാറത്ത്, അതായത് വല്ലത്തുഹു മാ ഖാതിബിഹ. അങ്ങനെയാണ് തഹക്കീമിന് വേണ്ടി പറഞ്ഞ വാക്യന്നെ തഫ്സീറൻ എന്നാണ് തൗലിയത്ത് എന്നാണ്. അപ്പൊ ലുഗവിയായി തൗലിയത്തും തഹക്കീമും തഫ്വീദും ഒന്നാണ്. ഫവ്വദത്തുഹു അംറഹ എന്ന് പറയാറുണ്ട്. ലുഗവിയായിട്ട് 3 ഒന്നാണ്. സാങ്കേതികമായി തൗലിയത്തും തഹക്കീമും 2 ഒരു സ്ഥലം. മഹാനായ ഇമാം ഷർവാനി തൊഴഫന്റെ ഹാനിസിൽ പറയുന്നുണ്ട്, കുറെ ആളുകള് തൗലിയത്തും തഹക്കീമും ഒന്നാണെന്ന് വെച്ചിട്ട് മസല പറയാറുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ തൗലിയത്തും തഹക്കീമും 2. ആയി പാർത്ത് മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. കേവലം അന്ന മസലത്തെ തഹക്കീമിയോ തൗലിയത്ത് ആരും എഴുതണ്ട, നേട്ടം കിട്ടും. അന്ന മസലത്തെ തഹക്കീമിയോ തൗലിയത്ത്, തൗലിയത്തിന്റെ തഹക്കീമിന്റെ മസല ഫീഹിമാ തനാഖുദുൻ വഖ്തിറാബുൻ നാസിഉൻ മിൻ ഖൽഖി ഹിദാഹുമാ ബിൽ ഉഖറാ വഇത്തിഖാദി ഇജ്തിഹാദിഹിമാ. തൗലിയത്തും തഹക്കീമും ഒന്നാണെന്ന് മനസ്സിലായ കാരണത്താൽ ഒരുപാട് തനാഖുദും അസ്വസ്ഥതകളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് 2 ഒന്നാണ് വിചാരിച്ചുകൊണ്ടാണ് തഹഖീഖു അന്നഹുമാ മസലത്താനി. തഹഖീഖ് 2 രണ്ടാണെന്നാണ്. എന്താ വ്യത്യാസം? ഇത് കുല്ലി മിന്നുമാ ശുറൂത്തുൻ തഖ്സുഹാ, 2നും ഒന്നുമില്ലാതെ കുറെ ശുറൂത്തുകളുണ്ട്. ഫമീ ശുറൂത്തി തഹക്കീമി, തഹക്കീമിന്റെ ഷർത്താണ് സുദൂറുഹു മിന സൗജൈൻ, 1 ഭാര്യ ഭർത്താവ് ഏൽപ്പിക്കണം. കസേരമ ചാരിക്കണ്ട കൊട്ടു. 2 അഹ്ലിയ്യത്തുൽ മുഹക്കമയിൽ ഖദാഇ, മുഹക്കമാകുന്ന ആള് കാദിയാകാൻ അർഹത ഉണ്ടായിരിക്കണം. സർവാനിമ അവിടെ പറഞ്ഞാണ്, വേറെ സ്ഥലത്ത് മുഹക്കമനുസരിച്ച് കാദിയാകാൻ ആവശ്യമില്ല, അദിലായ മതി. 3-മത്തേത് ഒരാഴ്ചക്ക് മുജറദ് കൗനി അതിലൻ, ഒരു അതിലായ മാത്രം പോരാ. ഇങ്ങനെ ആണ് ഏൽപ്പിക്കണം, 1 ഏൽപ്പിക്കണം വാക്കാൽ. ഹാക്കിമായ ആൾ വെറും അതിലായ പോരാ. ഈ വാക്യത്തിലെ ഒരു വിഷയത്തിൽ കളായി ചെയ്യാൻ മാത്രം അധികാരമുള്ള എൽമക്കുള്ള ആളായിരിക്കണം എന്നാണ്